ജപമാലയ്ക്ക് എന്താ അത്ര പ്രസക്തി? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്താ? അമ്മയ്ക്കുള്ള പ്രസക്തി എന്താ? അന്ന് ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് റോമിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒരു മോസ്കായിട്ടിരുന്നേനെ. യൂറോപ്പൊക്കെ ഗൾഫിന്റെ ബാക്കിയായിട്ട് കിടന്നതിന് സൗദി അറേബ്യ പോലെ. ആ വിജയത്തോടുകൂടെ അപ്പം തന്നെ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ യുദ്ധവിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ നമ്മളെ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒക്ടോബർ മാസം ജപമാല ഭക്തി എന്ന് പറയുന്നത് നമുക്കൊരു 10 ദിവസം പള്ളിയിൽ പോയി കൊന്തനമസ്കാരം വാഴവും കൂടുക, ഇച്ചിരി കൊന്ത ചെല്ലുക, മാതാവിൻ്റെ തിരുസ്വരം വീട്ടിൽ കൊണ്ടുവച്ച് ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് കൊന്ത ചൊല്ലി തിന്നിച്ച് ഭക്ഷണം കാപ്പിയും കഴിച്ച് കൂട്ടായ്മ പാട്ടുകൂട്ടായ്മകളൊക്കെ അങ്ങനെ പിരിയുന്ന ഒരു ചെറിയ പരിപാടി അല്ല. ഇങ്ങനെയുള്ള പോരാട്ടത്തിൻ്റെ അപകടത്തിൻ്റെ അവസ്ഥ പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് ഇന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ പോകാം, നമ്മുടെ വീട് പോകാം, നമ്മുടെ മക്കൾ പോകാം. അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് നൊന്ത് കെഞ്ചി കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്ത് വളർത്തിയെടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ മറ്റ് വിജാതീയ പൈശാചിക അരുവികളുടെ പിന്നിൽ പ്രാർത്ഥിക്കാനും മുട്ടുകുത്താനും നിസ്കരിക്കാനും പോകുന്ന അപകടം ഉണ്ടാകില്ല എന്നാരെങ്കിലും ഉറപ്പുണ്ടോ? ഒക്ടോബർ മാസം ജപമാലയുടെ മാസമായിട്ട് പരമ്പരാഗതമായിട്ട് സഭയിൽ നമ്മൾ ആചരിക്കുന്നു. ഇടവകളിലൊക്കെ 10 ദിവസത്തെ കൊന്ത നമസ്കാരം, ദിവികാരൻ്റെ സന്നിധിയിൽ ചെയ്യുന്നതായ കൊന്ത നമസ്കാരം വാഴ്വും നമ്മുടെ പാരമ്പര്യം നമുക്കറിയാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ഇടവകളിലൊക്കെ ക്രമീകരിച്ചിട്ട് പരിശുദ്ധ മാതാവിൻ്റെ കന്യാമാതാവിൻ്റെ തിരുസ്വരവും വീടുകളിൽ വെച്ച് ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ നമുക്കുണ്ട്. ജപമാലയുടെ മാസമായിട്ട് ഒക്ടോബർ മാസം എങ്ങനെയാണ് മാറിയത് എന്ന് കുറച്ചൊക്കെ നമുക്ക് ആശയമുണ്ട്. ഒക്ടോബർ മാസത്തിലെ ജപമാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ല തിരുനാൾ ഏതാണ്? ജപമാല രാജ്ഞിയുടെ തിരുനാൾ എന്നാണത്. 7-ാം തീയതി. വാസ്തവത്തിൽ ഈ തിരുനാൾ ആദ്യ നാളുകളിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നത്. 1571 ആ സംഭവം. അന്ന് പ്രഖ്യാപിച്ചപ്പം ഈ തിരുനാളിൻ്റെ പേര് ഇങ്ങനെ ആയിരുന്നില്ല, വേറൊരു പേരായിരുന്നു. ആർക്കെങ്കിലും അറിയാവോ? ജപമാല രാജ്ഞിയുടെ തിരുനാൾ എന്നല്ല ഈ ദിവസത്തിന് മാർപ്പാപ്പ അന്ന് പേരിട്ടത്. വിജയമാതാവിൻ്റെ തിരുനാൾ. വിജയമാതാവിൻ്റെ, അവർ ലേഡി ഓഫ് വിക്ടറി. അതിൻ്റെ പശ്ചാത്തല സംഭവം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. ഒരു വലിയ യുദ്ധത്തിൽ നിർണായകമായ അവസ്ഥയിൽ സഭ ഏർപ്പെടേണ്ടി വന്നു. 1571 അതിൻ്റെ കൾമിനേഷനാണ് ഈ ഒക്ടോബർ 7-ാം തീയതി സംഭവിക്കുന്നത്. ആ യുദ്ധം നടന്നത് മുസ്ലിമുകളുമായിട്ടാണ്. മുസ്ലിമുകൾ ഒട്ടോമാൻ എന്ന് പറയുന്നതായ ഒരു വലിയ സാമ്രാജ്യം, ഖലിഫേറ്റ് വെച്ചാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ സിറിയയിലും ഒക്കെ നമ്മൾ കാണുന്ന തീവ്രവാദപരമായ മുസ്ലിം സർവാധിപത്യ ഭരണം. മുസ്ലിം ആകാത്തവരെല്ലാം ഒന്നുകിൽ വിട്ടുപോകണം, അവർ ഉപദ്രവിക്കപ്പെടും. അവർക്ക് താമസിക്കണമെങ്കിൽ അവർ പ്രത്യേകം ചുങ്കം കൊടുത്ത് താമസിക്കാൻ പറ്റുള്ളൂ, അവകാശങ്ങളിൽ അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ. അങ്ങനെയുള്ള ഒരു കലിഫേറ്റ് സ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമം ഈ 15-16 നൂറ്റാണ്ടുകൾ അങ്ങനെ ഉണ്ടായി. അതിൻ്റെ ആദ്യത്തെ വലിയൊരു നീക്കം മുസ്ലിമുകൾ നടത്തിയത് 1453 ആ ഒരു വർഷത്തിൽ മുസ്ലിമുകൾ പോരാട്ടമായിട്ട് സുൽത്താൻ മുഹമ്മദ് 2-ാമൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കീഴിൽ ഗൾഫ് പ്രദേശങ്ങളിലുള്ള ടർക്കി കേന്ദ്രീകരിച്ച് ഉള്ള പോരാട്ടം അവർ നടത്തുകയാണ്. ആ പോരാട്ടത്തിൽ അവർ റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ കേന്ദ്രം കോൺസ്റ്റാന്റിനോപ്പിൾ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. രാജാവിനെ കൊന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമാണ്. ആദ്യ നാളുകളിലെ നമ്മൾ ബൈബിളിൽ പൗലോസപ്പോസ്തലൻ സ്ഥാപിച്ച സഭകളെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. 14 കത്തുകളൊക്കെ എഴുതുമ്പോൾ ആ സഭകളെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലായിരുന്നു. അങ്ങനെയുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഇസ്താംബൂൾ എന്നായിട്ട് മാറ്റി. എന്നിട്ട് അവിടെ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ഒരു പള്ളി ഹാഗിയ സോഫിയ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിട്ട് തന്നെ, അതുപോലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കൊപ്പം അങ്ങനെ ഉള്ളൊരു പള്ളിയാണത്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോൾ അത് മോസ്കാണ്. ഈ ദേവാലയം അന്ന് അവർ മോസ്കായിട്ട് മാറ്റി. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം, അത് വലിയൊരു തകർച്ചയിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തെ കൊണ്ടുപോയി, വല്ലാണ്ട് തകർച്ചയിലേക്ക് കൊണ്ടുപോയി.
തുടർന്ന് ഏതാണ്ട് 100-120 വർഷത്തോളം ഈ ഒട്ടോമൻ രാജ്യം അങ്ങനെ തുടർന്ന് ഭരിക്കുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ ഈ 1560-65 നാളുകളിൽ റോമിനെ കീഴടക്കുക. റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ശരിക്കുള്ള അപ്പുറത്തെ കേന്ദ്രമാണ് റോമ നഗരം തന്നെ. റോമ നഗരത്തെ കീഴടക്കുക എന്നുള്ള ഉന്നവുമായിട്ട് ഈ ഒട്ടോമൻ ചക്രവർത്തി സൈന്യവുമായിട്ട് നീങ്ങുകയാണ്. ആ ഒരു പോരാട്ടത്തിൽ ഭൂഗോളം നോക്കുമ്പം ആഫ്രിക്കൻ ഭൂഖണ്ഡം നമുക്കറിയാം. ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കടൽ, അതാണ് മധ്യധരണിയാഴി. ആ മധ്യധരണിയാഴിയുടെയും മുകളിൽ വീണ്ടും വടക്കോട്ട് നോക്കുമ്പോഴാണ് യൂറോപ്പ് വരുന്നത്. ആ യൂറോപ്പിൻ്റെ ഇങ്ങേറ്റത്തെയായിട്ട് ഇറ്റലി, അടുക്ക് കോരിന്തോസൊക്കെ, ഇങ്ങോട്ട് വരുമ്പോഴേക്കും പാലസ്തീന എല്ലാം വരുന്നത് എവിടെയാണ്? അപ്പോൾ യൂറോപ്പും ആഫ്രിക്കയുമായിട്ട് ഇടയ്ക്ക് മധ്യധരണിയാഴി കടൽ, അതിനെ രണ്ട് സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന കരഭാഗമാണ് പാലസ്തീന നാട്. അതുകൊണ്ടാണ് ഈശോയൊക്കെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് നടന്നു പോകാൻ പറ്റും. അങ്ങനെ അപ്പം അങ്ങനെ ഒരു റാ പോലെ ഇങ്ങനെ വാവ് തൊഴിൽപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പലസ്തീന ഭാഗത്തിൻ്റെ അവിടുത്തെ വടക്കോട്ടാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം വരുന്നത്. ഇന്നുള്ള നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. ടർക്കി എല്ലാം ആ ഭാഗത്ത് വരുന്നു. നമ്മുടെ പഴയ സഭാ കേന്ദ്രങ്ങളെല്ലാം അവിടെയായിരുന്നു. വലിയ സുവർണദോസം നടന്നതും ഒത്തിരി വിശുദ്ധ പിതാക്കന്മാരുണ്ടായതെല്ലാം അവിടെയാണ്. അത് മുഴുവനും തകർത്തുകൊണ്ട് ഒട്ടോമൻ സാമ്രാജ്യം അവർ സ്ഥാപിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ തുടച്ചു നീക്കുന്നത് പോലെ ഇന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഴയ വലിയ കേന്ദ്രങ്ങളിൽ അനേക മെത്രാന്മാരും സഭകളെല്ലാം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 10,000 ഒക്കെ വിശ്വാസികൾ അവശേഷിക്കുന്നുള്ളൂ. അവരും ദിവസേന എന്ന പോലെ കൊല ചെയ്യപ്പെടുകയാണ്. അത്രയും വലിയൊരു ആധിപത്യം, അധിനിവേശം ഇവർക്ക് സാധിച്ചു. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് ഈ സൈന്യം റോമിനെ ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അവർ മാൾട്ട, ഇറ്റലിയുടെ തൊട്ട് താഴെ തെക്കായിട്ട് ഈ കടലിൽ തന്നെയുള്ള ദ്വീപാണ് മാൾട്ട. അവിടുന്ന് പിന്നെ നേരെ വടക്കോട്ട് ചെന്നാൽ നേരെ ഇറ്റലിക്കെല്ലാം റോമിലേക്കെല്ലാം. പക്ഷെ മാൾട്ട ആക്രമിച്ച് അവർ വിജയിച്ചില്ല. പക്ഷെ ഇപ്പുറത്ത് കോറിന്തോസ് ഭാഗത്തുള്ള സൈപ്രസ് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവിടെ രാജാവ് കീഴ്പ്പെട്ടു. ക്രൈസ്തവ മേഖലയായിരുന്നു, അത് ക്രൈസ്തവ സ്ഥലമായിരുന്നു. ഒരു എഗ്രിമെൻ്റൊക്കെ വെച്ച് കാര്യങ്ങൾ സെറ്റിൽഡാക്കിയെങ്കിലും ഈ പറഞ്ഞ ഒട്ടോമൻ രാജാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാനദണ്ഡവും ഇല്ലാതെ വീണ്ടും ആ കീഴ്പ്പെടുത്തിയ സ്ഥലത്തെ ആക്രമിച്ച് പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കി, സ്ത്രീകളെ എല്ലാം പിടിച്ച് കെട്ടി ഒട്ടോമൻ അവിടെ രാജ്യത്തിറക്കിയിൽ കൊണ്ടുപോയിട്ട് ചന്തയിൽ വിറ്റു. ദേവാലയങ്ങളെല്ലാം ഇടിച്ച് നിരപ്പാക്കി. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ, കിരാതമായ രീതിയിൽ അവരവിടെ പെരുമാറി. അങ്ങനെ പെരുമാറിയിട്ട് അവർ പിന്നെ ഉന്നം വെക്കുകയാണ് റോമിലേക്ക് വരാനായിട്ട്. ഇത്രയും വന്നപ്പോഴേക്കും യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, ഇറ്റലി, റോമിലുള്ള മാർപ്പാപ്പ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല. അവരിവിടെ റോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു. യൂറോപ്പ് മുഴുവനും ഇന്ന് ഗൾഫ് എങ്ങനെയാണോ അങ്ങനെയാകും. സൗദി അറേബ്യയും ഒക്കെ ഇന്ന് എങ്ങനെ കിടക്കുന്നോ അതേ രീതി യൂറോപ്പിനെ മുഴുവനാക്കാൻ. കാരണം യൂറോപ്പിൽ ഉള്ളതിനേക്കാൾ ക്രൈസ്തവ വിശ്വാസവും വേരുകളും ഉള്ള സ്ഥലമായിരുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഈ സ്ഥാപകളൊക്കെ സ്ഥാപിച്ച് പടുത്തുയർത്തിക്കൊണ്ട് വന്ന സ്ഥലമാണ് ഏഷ്യ മൈനർ. അവിടെ മുഴുവനാണ് ഇപ്പോൾ മുസ്ലിം ആധിപത്യത്തിൽ കൊണ്ടുവന്ന്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. മലബാർ ഭാഗത്തൊക്കെ ഇന്ന് ക്രൈസ്തവരില്ല, ഹിന്ദുക്കളൊത്തിരി കുറവാണ്. മലബാർ, മലപ്പുറം, കോഴിക്കോട് ഏരിയ മുസ്ലിം സാന്നിധ്യം, ആധിപത്യമുള്ള സ്ഥലമായിട്ട് മാറിയത് ടിപ്പു സുൽത്താൻ വന്ന് കയറി ഒന്നുകിൽ വാളിന് ഇരയാവുക അല്ലെങ്കിൽ മതം മാറുക. അങ്ങനെയുള്ള ഒരു അധിനിവേശം, അതിനകത്ത് പേടിച്ചിട്ട് ഇന്നും ആൾക്കാർ മംഗലാപുരത്തും അതുപോലെ തന്നെ അന്ന് ടിപ്പു സുൽത്താൻ, ഇത് നാട്ടിലെ കാര്യമാണെങ്കിൽ പോലും ശൈലിയെല്ലാം ഒന്ന് തന്നെയാണ്. ടിപ്പു സുൽത്താൻ അന്ന് തന്നെ 70,000 പേരെ മലബാർ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തുനിന്നും ബലമായിട്ട് പിടിച്ച് തമിഴ്നാട്ടിൽ ശ്രീരംഗപട്ടണത്ത് കൊണ്ട് പാർപ്പിക്കുകയുണ്ടായി. മുസ്ലിമുകളാക്കിയിട്ട് നിവൃത്തിയില്ലാതെ അവരെല്ലാം അങ്ങനെ പോയി. പക്ഷെ അങ്ങനെ പോയപ്പോൾ പല ആൾക്കാർ അവിടെ ഹൈന്ദവ ദേവീദേവന്മാരെയും ക്രൈസ്തവർ അവരുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ അറിയാതെ രഹസ്യമായിട്ട് കൈക്കൊള്ളിച്ച് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർക്ക് ആ വിശ്വാസം ജീവിക്കാൻ മാർഗമൊന്നുമില്ല. അങ്ങനെ തലമുറകൾ ഇപ്പോൾ കടന്നുപോയി. ഇന്നും ശ്രീരംഗപട്ടണത്തുള്ള പല മുസ്ലിം കുടുംബങ്ങളും സ്വകാര്യമായിട്ട് അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മേഖലയിൽ ഹൈന്ദവ ദേവീദേവന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനത്തെ ബന്ധങ്ങൾ കിടപ്പുണ്ട്. മംഗലാപുരം ഭാഗത്തുള്ള പല മുസ്ലിമുകളും ക്രൈസ്തവ വിശ്വാസവും ഉള്ളിൻ്റെ ഉള്ളിൽ പേര് നടക്കുന്നുണ്ട്. കാരണം അവർക്കത് ഉള്ളിൽ കിട്ടിയതാണ്, പക്ഷെ ബാഹ്യമായിട്ട് സാഹചര്യമില്ല. അത്രമാത്രം ഇവിടെ മാറി ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം വഴി
അതേ രീതി അതിനേക്കാളും ക്രൂരമായിട്ടുള്ള കർക്കശമായിട്ടുള്ളൊരു പടയോട്ടമാണ് ഈ ഒട്ടോമാൻ്റെ കാലത്ത് സംഭവിക്കുന്നത്. അന്ന് യൂറോപ്പിലേക്ക് കയറാൻ നോക്കുകയാണ്. യൂറോപ്പിൻ്റെ അങ്ങേയറ്റ ഭാഗമാണ് ഇറ്റലിയൊക്കെ വരുന്നത്. അങ്ങനെ കയറിയാൽ യൂറോപ്പ് മുഴുവനും ഇന്നത്തെ ഗൾഫ് പോലെ ആയി പോകും, മുഴുവൻ അടിച്ച് നിരത്തിയിട്ട്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് 3-4 ചെറിയ ക്രൈസ്തവ രാജ്യങ്ങൾ, സ്പെയിന്, പിന്നെ വത്തിക്കാൻ മാർപ്പാപ്പയുടെ കീഴിൽ അവിടെ കുറച്ച് സൈന്യമൊന്നുമില്ല, പിന്നെ ജനീവ, പിന്നെ മാൾട്ടായിലുള്ള കുറച്ച് പട്ടാളക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ കുറച്ച് ചെറിയ ഗ്രൂപ്പുകൾ പെട്ടെന്ന് ഒരുമിച്ച് കൂടി എങ്ങനെയും ഒട്ടോമാൻ രാജാവിനെ തടഞ്ഞേ പറ്റൂ എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ട് അവർ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. പക്ഷേ ഒരു കരുത്തും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്, 100 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടോമൻ സാമ്രാജ്യമാണ്, സകല ആളും ശക്തിയെല്ലാം ഉണ്ട്. ഇപ്പുറത്ത് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഏതാനും രാജ്യങ്ങളിലെ സൈന്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 4-5 ചെറിയ സൈന്യ ഗ്രൂപ്പുകൾ അവരൊരുമിച്ച് വന്നു. പക്ഷെ അവർക്ക് ഇടയിൽ തന്നെ നേതൃത്വമില്ല. അവസാനം 24 വയസ്സുള്ള ഒരു യുവാവാണ് നേതാവായിട്ട് വരുന്നത്. അവന് അത്ര അനുഭവമുള്ളൂ, പക്ഷെ തീക്ഷ്ണതയുണ്ട്. അങ്ങനെ ആ ഒരു യുവാവിൻ്റെ നേതൃത്വത്തിൽ ഈ 3-4 രാജ്യങ്ങളുടെ സൈന്യം എല്ലാം കൂടെ ഒരുമിച്ച് കൂടി അവർക്ക് എങ്ങനെ നീങ്ങണ്ടെന്നുള്ള ആശയത്തെപ്പറ്റി പോലും വ്യക്തതയില്ല, ഐക്യമത്യമില്ല. ഒരു കൂട്ടർ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ആക്രമിക്കാം, മറ്റു കൂട്ടർ പറഞ്ഞ് നമുക്ക് അപ്പുറേ പോകാം, ഇപ്പുറേ പോകാം. അവർക്കിടയിൽ തന്നെ ഇങ്ങനെ ഭിന്നിപ്പോൾ. അങ്ങനെ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വേറൊരു സംഭവം നമുക്കറിയാം. ചരിത്രം പറഞ്ഞു വെച്ചാൽ ഇത് നമ്മൾ ഈ കേൾക്കുന്ന ആത്മീയ കാര്യങ്ങൾ ചുമ്മാ കെട്ടുകഥകളല്ല, സങ്കല്പങ്ങളല്ല, വെറും മിത്തുകളല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രായവ്യവസ്ഥയ്ക്ക് വരാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ 1571 ഈ യുദ്ധം ജയിക്കുന്നത്. അതിനു മുമ്പ് ഒരു 54 വർഷം മുമ്പ് 1517 ഒരു വലിയ സംഭവം യൂറോപ്പിലുണ്ടായി. അത് ഈ പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷനാണ്. മാർട്ടിൻ ലൂതർ കിങ് സഭയ്ക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ ഇറങ്ങിയിട്ട് സഭ ഭീകരമായ രീതിയിൽ 2ആയിട്ട് പിളർന്നു യൂറോപ്പിൽ. ആ സംഭവം 1517 സംഭവിക്കുന്നു. 54 വർഷം കഴിയുമ്പോഴാണ് ഈ ഒട്ടോമാൻ്റെ 50 വർഷം കഴിയുമ്പോൾ ഈ ഒട്ടോമാൻ ആക്രമണം വരുന്നത്. അപ്പോൾ ക്രൈസ്തവ സമൂഹം അത്ര ശക്തമായിട്ട് അനേക രാജ്യങ്ങൾ യൂറോപ്പ് മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആ 2ആയിട്ട് ഭിന്നിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധവുമില്ല, അകൽച്ചയാണ്. പിന്നെ പല രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെ ചെതറി ഭിന്നിച്ച് ഊരൊന്നുമില്ലാതെ നിൽക്കുന്ന ക്രൈസ്തവരെയാണ് ഈ ഒട്ടോമാൻ രാജ്യം ഒറ്റക്കെട്ടോടെ വന്ന് ആക്രമിക്കാനായിട്ട് വരിക. നിവൃത്തിയില്ലാതെ ഈ 4 രാജ്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി മാർപ്പാപ്പ 5-ാം പിയൂസ് പാപ്പയാണ്, പാപ്പ ഇത് ആഹ്വാനം ചെയ്തു, ഒരുമിച്ച് കൂടി. പക്ഷെ അവർക്കൊന്നും യുദ്ധം ഇറങ്ങാൻ കരുത്തില്ല. സൈന്യം മറ്റേതാണ്ട് 300ഓളം കപ്പലുകളാണ്. ഇവിടെയാണ്ട് 200, 212, മറ്റിടത്ത് 278 എന്ന കൃത്യ നമ്പർ പറയുന്നത്. ഓരോ കപ്പലിലും ഏതാണ്ട് 200-250 ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കപ്പൽ ഈ മധ്യധരണയാഴി കടലിലാണ് യുദ്ധം നടക്കുന്നത്. റോമിലേക്ക് വന്ന് ഇറ്റലി വന്ന് കയറാൻ തടയാൻ വേണ്ടി ഇവർ കടലിൽ വന്ന് യുദ്ധം ചെയ്യുകയാണ്. അപ്പം ആളുകൊണ്ടുമില്ല, 67,000 പേരാണ് ഒട്ടോമാൻ സൈന്യത്തിൻ്റെ സംഖ്യാബലം. ഇവിടെയുള്ളത് 28,500 പേരാണ്, മറ്റേ 67,000 പേരാണ്. സൈന്യബലവും ആയുധക്കോപ്പുകളും യുദ്ധ പരിചയവും നൈപുണ്യം എല്ലാം ഒരുപാട് താരതമ്യം ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ യുദ്ധം ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭിന്നിച്ച് നിൽക്കുന്ന 4 രാജ്യം ക്രൈസ്തവ സമൂഹം, യുദ്ധ പരിചയമില്ലാത്തവർ, പെട്ടെന്ന് തല്ലിക്കൂട്ടി വിളിച്ചു കൂട്ടിയ സൈന്യം, ഒരു നേതാവ് ശരിക്കില്ല, 24 വയസ്സുകാരനാണ് നേതാവായിട്ട് നിൽക്കുന്നത്. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയെല്ലാം കറങ്ങിയപ്പോൾ വല്ലാണ്ട് വിഷമിച്ചപ്പോൾ 5-ാം പിയൂസ് പാപ്പ ശക്തമായൊരു ബോധ്യം, ഒരു ദർശനം പോലെ കിട്ടിയെന്നാണ് പറയുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വലിയ പ്രേരണ വന്നിട്ട് മാർപ്പാപ്പ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ജപമാല ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കും, താൻ ഉൾപ്പെടെ. യൂറോപ്പിലുള്ള താൻ പറഞ്ഞ കേൾക്ക് സകല ക്രൈസ്തവർ ജപമാല വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ യുദ്ധത്തിന് പോകുന്ന കപ്പലുകളിലുള്ള 212 കപ്പലുള്ള സകലരും ജപമാല ചൊല്ലിക്കൊണ്ട് നീങ്ങാൻ പറഞ്ഞു. പല പല അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും ജപമാലയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നും മാതാവിനെ പിടിച്ച് പ്രാർത്ഥിക്കാൻ കൊന്തയെടുത്ത് പിടിച്ചുകൊണ്ട് ഇവർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് യുദ്ധത്തിനിറങ്ങി. അത്ഭുതകരമായ രീതിയിൽ ഒരു 2 മാസത്തെ യുദ്ധം. ഈ ഒക്ടോബർ 7-ാം തീയതി ഒട്ടോമാൻ സൈന്യത്തിൻ്റെ തലവൻ രാജാവ് കൊല്ലപ്പെട്ടു ഇവിടെ മുമ്പിൽ. അതോടെ അവർ പെട്ടെന്ന് ചെതറി ഓടി. അങ്ങനെ ക്രൈസ്തവർ ആ യുദ്ധം നമ്മൾ ജയിക്കുകയാണ്. അന്ന് ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒരു മോസ്കായിട്ടിരുന്നേനെ. യൂറോപ്പൊക്കെ ഗൾഫിൻ്റെ ബാക്കിയായിട്ട് കിടന്നേനെ, സൗദി അറേബ്യ പോലെ. അത്ര വലിയ മാറ്റം വരുത്താൻ സാധിക്കുമായിരുന്ന ഒരു നീക്കം. ഈ ഒരു പരാജയത്തോടെ വളരെ കനത്ത നാശം ഒട്ടോമാൻ സൈന്യത്തിന് അന്ന് കൊടുക്കാനായിട്ട് ഈ ക്രൈസ്തവ സൈന്യത്തിന് സാധിച്ചു.
അവിടെ കപ്പൽ 50 എണ്ണത്തോളം മുങ്ങിപ്പോയാണ്ട് 127 എണ്ണം മറ്റും ഇവർ പിടിച്ചെടുത്തു. ബാക്കി ചുരുക്കം രക്ഷപ്പെട്ടുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന 15,000-ഓളം വരുന്ന ക്രൈസ്തവ തടവുകാരെ രക്ഷിച്ചെടുത്തു. 5,000-ഓളം ക്രൈസ്തവ ആൾക്കാർ മരിച്ചു. അങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങളാണ്. ആ വിജയത്തോടുകൂടെ അപ്പം തന്നെ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ യുദ്ധവിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ വിജയത്തിൻ്റെ റാണിയായിട്ട് വിജയമാതാവായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ വിജയമാതാവിൻ്റെ തിരുനാളായിട്ട് ഈ ഒക്ടോബർ 7 പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒക്ടോബർ 7. പിന്നീട് ആണ് ജപമാലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ 1883 ലിയോ 12 പാപ്പയാണ് ഒക്ടോബർ മാസം മുഴുവനും ജപമാലയുടെ മാസമായിട്ട് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ഈ ദിവസത്തെ പുനഃനാമകരണം ചെയ്ത് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളെ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒക്ടോബർ മാസം ജപമാല ഭക്തി എന്ന് പറയുന്നത് നമുക്കൊരു 10 ദിവസം പള്ളിയിൽ പോയി കൊന്തനമസ്കാരം വാഴവും കൂടുക, ഇച്ചിരി കൊന്ത ചെല്ലുക, മാതാവിൻ്റെ തിരുസ്വരം വീട്ടിൽ കൊണ്ടുവച്ച് ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് കൊന്ത ചൊല്ലി പിന്നെ ഭക്ഷണം കാപ്പിയും കഴിച്ച് വാർഡ് കൂട്ടായ്മകളൊക്കെ അങ്ങനെ പിരിയുന്ന ഒരു ചെറിയ പരിപാടിയല്ല. ഇത് വളരെ ഊർജിതമായ നിർണായകമായ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഒരു ജീവൻ മരണ പോരാട്ടം ആയിരിക്കണം എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് 5-ാം പിയൂസ് പാപ്പ ഈ തിരുനാൾ പ്രഖ്യാപിച്ചത്. പിന്നീട് ലിയോ പാപ്പ അതിനെ ജപമാലയുടെ തിരുനാളാക്കി മാറ്റി. രാജ്ഞി ജപമാല മാസം. തുടർന്ന് വന്ന ലിയോ 13 പാപ്പ നമുക്കറിയാം വളരെ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് വലിയ ബോധ്യം കിട്ടിയ പാപ്പയായിരുന്നു. പാപ്പ തന്നെ 12ഓളം ഉപദേശ ലേഖനങ്ങൾ, അപ്പോസ്തലിക് എക്സോർട്ടേഷൻസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജപമാലയെക്കുറിച്ച് പുറപ്പെടുവിക്കുകയുണ്ട് അദ്ദേഹത്തിൻ്റെ നീണ്ട ശുശ്രൂഷ കാലയളവിൽ. അപ്പം അങ്ങനെ ജപമാല ചൊല്ലി പൊരുതി കയറി വരണം എന്നുള്ള വലിയൊരു പാഠം ക്രൈസ്തവർക്ക് വേണ്ടി സ്വർഗം ലഭ്യമാക്കാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അന്നത്തെ മാർപ്പാപ്പായും ആ 4 രാജ്യങ്ങളിലെ നീര് വിശ്വാസമുള്ള കുറേ പടയാളികളും എല്ലാം ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള പോരാട്ടത്തിൻ്റെ അപകടത്തിൻ്റെ അവസ്ഥ പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് ഇന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെപ്റ്റംബർ കൂടിയപ്പോൾ പറഞ്ഞു ടിപ്പുവിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പം അന്നിങ്ങനെ ടിപ്പു ഇങ്ങനെ കയറി വരുന്നു, പെരിയാറിന് അക്കരെ ആലുവയ്ക്ക് അപ്പുറം വരെ വന്നു, ഇപ്പുറത്ത് കടക്കാൻ വേണ്ടി നോക്കുന്നു. ഇപ്പുറത്ത് കടന്നു വന്ന ആലുവ പുഴയ്ക്ക് ഇപ്പുറത്തുള്ള മേഖല മുഴുവനും ഒത്തിരി ക്രൈസ്തവരുടെ സുറിയാനി ക്രൈസ്തവരുടെ കേന്ദ്ര സ്ഥലങ്ങൾ അവിടെ മുഴുവൻ എങ്ങനെ തീരുമെന്നുള്ളത് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ് അന്ന് 8 നോയമ്പെടുത്ത് നൊന്ത് പ്രാർത്ഥിച്ച് മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായിട്ട് ടിപ്പുവിന് കടക്കാൻ തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് ഈ ടിപ്പുവിൻ്റെ സൈന്യം അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പുറത്ത് അതുപോലെ നൊന്ത് പ്രാർത്ഥിച്ചത്. ഇതുപോലെ ജപമാല റാണി അല്ല വിജയമാതാവിൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടത് ഈ ഒട്ടോമാൻ സൈന്യം, ഭീകരമായ ഒരു സൈന്യം കടല് ഭേദിച്ച് കടന്നു വന്ന് കയറാനായിട്ട് വരുന്നത് നേരെ കണ്ടുകൊണ്ടാണ് അവർ കൊന്തയെടുത്ത് ഞെരുങ്ങി പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രകടമായ അപകട സാഹചര്യങ്ങൾ കാണുമ്പോൾ ആരും ഞടുങ്ങും, ശരിയാണ്. പക്ഷേ ഇന്ന് അതിനേക്കാൾ ഗൂഢമായ രീതിയിലുള്ള അപകടകരമായ ആക്രമണം നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് പൈശാചിക ലോകം, പ്രതി മുസ്ലിം മേഖല വഴിയൊക്കെ ആയിട്ട് നന്നായിട്ട് വളരെ ക്രൂഷ്യലായ രീതിയിൽ നടത്താൻ നമുക്കറിയാം. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന, നിൽക്കുന്നിടത്ത് കാലിനടിയിലെ മണ്ണ് ഊർന്നു പോകുന്ന വ്യക്തിക്ക് നിൽക്കാൻ മേലെന്നാകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ പോലും അറിയാതെ എതിർ പാളയത്തിൽ ചെന്ന് പെടുന്നൊരവസ്ഥയൊക്കെ എന്തുമാത്രം കയറി വരും നമ്മൾ കാണുകയാണ്. ഒരുപാട് ആക്രമണം. പക്ഷേ ഉള്ളവരെ ജപമാല മാസവുമായിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ ജപമാല പ്രാർത്ഥന, അമ്മയോട് ചേർന്ന പോരാട്ടത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. ഒരു പോരാട്ടത്തിൻ്റെ ഇറങ്ങണം, ഒരു പോരാട്ടത്തിലേക്ക് അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതി, എല്ലാ ദിവസവും ഒരു മുഴുവൻ കൊന്ത എങ്കിലും ചൊല്ലുന്ന ഒരു ശീലം നമുക്ക് എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈപൊക്കാനുണ്ടാകും? ഞാൻ കൈപൊക്കിക്കുന്നില്ല, കുറേ പടം എനിക്കറിയാം.
ദിവസേന ഒരു മുഴുവൻ കൊന്ത എങ്കിലും ചൊല്ലുന്നത് ഒരു മിനിമം. പദ്രബിയോയുടെ പക്കല് ഒരിക്കലും പെങ്കൊച്ചിക്ക് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എവിടുന്നാ ഇത്ര ശക്തി കിട്ടുന്നത് ഈ തിന്മയ്ക്കെതിരെ ഇങ്ങനെ പൊരുതാനായിട്ട് എന്ന് ചോദിക്കുമ്പം പദ്രബി ഒരു പുഞ്ചിരിയോടെ പറയും, മോളെ എനിക്കൊരു വലിയ ആയുധമുണ്ട്. ആയുധമോ? അങ്ങേക്ക് അച്ഛൻ്റെ ഒരു ആയുധമുണ്ട്. എന്താ അച്ഛൻ ആയുധം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയെ കെട്ടിയിരിക്കുന്ന കപ്പിച്ചിൻ സഭാവസ്ത്രത്തിൻ്റെ ഭാഗമായ കയറിൽ തൂക്കിയിട്ടിരിക്കുന്ന ജപമാല എടുത്ത് കാണിച്ചിട്ടു, ഇതാണ് എൻ്റെ ആയുധം. പദ്രബിയോയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസം 40 കൊന്ത വരെയൊക്കെ ചൊല്ലിയിരുന്നു എന്നാണ്. 40 കൊന്ത 10 മുഴുവൻ കൊന്ത ഇന്നത്തെ രീതി പറഞ്ഞാൽ അത്രമാത്രം എന്നും ചൊല്ലിയിരുന്നല്ല അർത്ഥം, അത്രയും വരെയൊക്കെ ചൊല്ലിയിരുന്നു. നമുക്ക് ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാൻ്റെ ശക്തി നമ്മിലേക്ക് എടുത്ത് തിന്മയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വന്തമാക്കി എടുക്കേണ്ട ഒരു ആത്മീയ ചിട്ടയാണ്. സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ, ഈശോ ഗെത്സമനിലേക്ക് പോകുമ്പം ലൂക്കാട് സുവിശേഷം 22-ാമത്തെ അധ്യായത്തില് 39 ഭാഗം ശ്രദ്ധിച്ചത്. ഗെത്സമനിലേക്ക് പോകുമ്പോൾ ഈശോ അപ്പസ്തലന്മാരോട് പറയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. 40-ാം വാക്യം ലൂക്ക 22:40. പക്ഷെ സംഭവിക്കുന്നത് നമുക്കറിയാം, ആ രാത്രി പ്രാർത്ഥിച്ച ഏക വ്യക്തി ഈശോയാണ്. അപ്പസ്തലന്മാർ കിടന്നുറങ്ങി. ഈശോ അവരെ വിളിച്ചേൽപ്പിക്കുന്നതായിട്ട് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. 3 പ്രാവശ്യം വിളിച്ചേൽപ്പിച്ചു, നിങ്ങളെന്താ ഉറങ്ങുന്നത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ. അവസാനം ഇവിടെ ഈശോ ശക്തി നിറഞ്ഞ് വരുമ്പോൾ അപ്പസ്തലന്മാർ വീണ്ടും ഉറങ്ങുന്നു. 46-ാം വാക്യം പറയാണ്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ 43-ാം വാക്യം പറയുന്നുണ്ട്, ഈശോയെ ശക്തിപ്പെടുത്താൻ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിന്റെ ശക്തി നമ്മിലേക്ക് നിറയ്ക്കാൻ ഒരു വ്യക്തി നമുക്ക് പരിശീലനം കിട്ടണം, ബോധ്യം കിട്ടണം. ആ അവസ്ഥയെ മാത്രമേ സംരക്ഷണമുള്ളൂ. ഈ ഒരു ലൂക്ക 22-ലെ വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ 22 അധ്യായത്തിൽ 31 വാക്യം വായിക്കുവാണ്, പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. അതിന് കാരണം എന്താ? ശെമയോൻ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റത്തിന് പാറ്റിക്കൊഴിക്കാൻ ഉദ്യമിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും ഈ വചനഭാവം ചിന്തിക്കുമ്പോൾ, ഈശോയുടെ പ്രാർത്ഥന പേര് പറഞ്ഞ് കിട്ടിയ ആളാണ് ശെമയോൻ. നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, ശെമയോൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്നല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഈശോ പറഞ്ഞു. പലപ്പോഴും നമ്മൾ ആൾക്കാർ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിടും. ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഈശോ അങ്ങനെയല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്നിട്ടാ പറയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടാ പിന്നെ പറയുന്നത്, പ്രാർത്ഥന കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞ് ഈശോ പറയുകയാണ്. അങ്ങനെ ഈശോയുടെ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് കിട്ടിയ ആളായിരുന്നു പത്രോസ്. എന്നിട്ടും ആ രാത്രിയിൽ സാത്താൻ്റെ പ്രേരണയ്ക്ക് മുമ്പിൽ പത്രോസ് ദയനീയമായിട്ട് വീണു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം വീണു. അപ്പം അതിൻ്റെ പാഠം എന്താണ്? പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കരുത്തെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റിയല്ല. അപ്പം ഞാനെന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന ചിട്ടയിലേക്ക് കയറി വരണം, പ്രാർത്ഥനയിലൂടെ സ്വർഗത്തെ ശക്തി എടുക്കാനായിട്ട്. ഇപ്പം ജപമാല മാസം, ജപമാല രാജ്ഞി, വിജയമാതാവ്, നമ്മൾ കണ്ട കാര്യങ്ങളുടെ പക്ഷെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന വഴി ഞാനെന്ന വ്യക്തി എന്തുമാത്രം ശക്തി എന്നിലേക്ക് എടുക്കാൻ എനിക്ക് ശീലമുണ്ടോ, എനിക്ക് ഇഷ്ടമായിരിക്കുന്നുവോ, അതനുസരിച്ച് മാത്രമേ എനിക്ക് വിജയമുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു, ഈശോ പത്രോസിന് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടിയിട്ടും ഈശോ നിരന്തരം പിതാവിന്റെ പക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തില് 34-ാം വാക്യം. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവന് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനാണ് യേശു ക്രിസ്തു. ദൈവത്തിന്റെ പക്കൽ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുക. അന്ന് പത്രോസ് കൊണ്ട് പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ എടുക്കേണ്ട പോലെ പ്രാർത്ഥന ശക്തി എടുക്കുന്നില്ല എങ്കിൽ നമുക്കത് ഉപകാരപ്പെടുകയില്ല. പ്രാർത്ഥന വഴി ശക്തി എടുക്കുക എന്നുള്ളത് ബൈബിളിൽ ആഴപ്പെട്ട പാഠമാണെന്ന് ഓർമ്മിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പക്കൽ കെഞ്ചി യാചിച്ച് ദൈവം അവസാനം കനിഞ്ഞിട്ട് ഇട്ട് തരുന്ന ഏതാണ്ട് അനുഗ്രഹങ്ങളാണ് ഈ കിട്ടുന്നതൊക്കെ. ദൈവം ഒന്ന് കനിയാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കണം. ഉപവാസമെടുത്തും നോയമ്പെടുത്തും ധ്യാനങ്ങൾ കൂടി കൊന്ത ചൊല്ലി എല്ലാം ദൈവം ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് ഒരു അനുഗ്രഹവും ഇനി പുത്തനായിട്ട് നമുക്ക് വേണ്ടി തരാനില്ല. നമുക്ക് വേണ്ടി ദൈവം ചെയ്യാനുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മളത് എടുക്കാത്തതാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാൾക്ക് 10,000 രൂപ അത്യാവശ്യമാണ്.
10,000 രൂപ വേണം ഒരു മാസം ചിലവ് കഴിഞ്ഞ് വിചാരിക്കുക ഒരു വ്യക്തിക്ക്. ആ വ്യക്തി വിഷമിക്കുമ്പം ആ വ്യക്തി സ്നേഹിക്കുന്ന ഒരാൾ, പണമുള്ള വ്യക്തി, ഒരു 10 ലക്ഷം രൂപ ആ വ്യക്തി അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 10 ലക്ഷം ഇട്ട് കൊടുത്തിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇതാണ് നിനക്ക് ഇഷ്ടം പോലെ പൈസ ഇട്ടിട്ടുണ്ട്. പക്ഷെ 10 ലക്ഷമല്ല 10 കോടി ഇട്ട് കൊടുത്താൽ നമുക്കറിയാം ആ വ്യക്തി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പണം ചെക്ക് എഴുതിയോ ATM ചെന്നിട്ട് എടുക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി ഒരു സോഡ പോലും വാങ്ങിച്ചു കുടിക്കുകയല്ല, പഞ്ചങ്ങൾ ചാകും. 10 കോടി രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ പോലും. അപ്പം ആ വ്യക്തി എടുക്കണം എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനുള്ള എല്ലാം ചെയ്ത് നമുക്ക് എപ്പം വേണേ എടുക്കാൻ പാകത്തിന് കൃപാവരം നിറയെ കരുതി വെച്ചിരിക്കുക. അത് നമ്മൾ പ്രാർത്ഥന വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. നമ്മുടെ ഉള്ളങ്ങളിലേക്കാണ് ഈ കൃപ എടുക്കേണ്ടത്. ഉള്ളങ്ങളിൽ മാത്രമേ കൃപ നിറയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. നമുക്ക് ഒരാൾ പറയാം, കേൾക്കുകയാണ്, നല്ല വീഡിയോകളുണ്ട്, നല്ല സിനിമകൾ കിടപ്പുണ്ട്, ഇൻ്റർനെറ്റ് കിടപ്പുണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കാണാൻ പറ്റും എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഫോണില്ല, അങ്ങേരൊരു ഒരു ചെറിയ പാത്രം എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ, ഒരിക്കലും വീഡിയോ കാണുക, പാത്രത്തിനകത്തോട്ടെ കൈ നീട്ടിപ്പിടിച്ച് കൈക്കകത്ത് വെച്ചാൽ മതി, മൊബൈൽ ഫോൺ എനിക്കില്ല, ഞാൻ കൈക്കകത്ത് കണ്ടോളാം എന്ന് പറഞ്ഞ് എത്ര നേരം കൈ നീട്ടിപ്പിടിച്ച് മുറ്റത്ത് നിന്നാലും ഒരു ഡൗൺലോഡിങ് നടക്കുകയല്ല, കാണാൻ പറ്റുകയല്ല. അപ്പോൾ ഇൻ്റർനെറ്റിലെ ഒരു പ്രോഗ്രാം കാണണമെങ്കിൽ നമുക്കൊരു മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടർ വല്ലതും വേണം. അതിനകത്ത് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞവർ തമ്പുരാൻ്റെ കൃപാവരങ്ങൾ നമുക്ക് ജീവിതത്തിൽ സഹായത്തിനായിട്ട് ഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന മൊബൈൽ ഫോണിലെ കമ്പ്യൂട്ടർ വർക്കിംഗ് കണ്ടീഷനിലാക്കി വെച്ച് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 20-21 വാക്യങ്ങൾ, ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയുണ്ടായിരിക്കും. അവയെ ചിലത് മാന്യമായ കാര്യങ്ങൾ, ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമാകും. അങ്ങനത്തെ വിശുദ്ധ പാത്രമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്തിട്ട് ആ അവസ്ഥയിൽ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥനയെ സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവശക്തി നമ്മിലേക്ക് വന്ന് നിറയുന്നത്. അങ്ങനെ നമ്മിൽ നിറയുന്ന ദൈവശക്തിയുടെ മുൻപിലാണ് നമുക്കെതിരെ തിന്മശക്തികൾ തോക്കേണ്ടത്. നമ്മൾ പറഞ്ഞതായ ഈ ലെപ്പാന്തോ യുദ്ധം, ആ യുദ്ധത്തിൽ ഇതുപോലെ പൊരുതി, ഇതുപോലെ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുണ്ടായി. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മ വിജയമാതാവാണ്. ചുമ്മാ മറുവശം ഒന്ന് ഓർത്ത് നോക്കിക്കേ, പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും. നമ്മളെ ഇങ്ങനെ ഈ പറഞ്ഞ കിരാതരായ പൈശാചിക ആൾക്കാർ, പ്രസ്ഥാനങ്ങൾ, പള്ളികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് ഇപ്പം കോൺസ്റ്റാന്റിനോപ്പിളിലെ വലിയ ഹാഗിയ സോഫിയ ഒന്നാന്തരം കത്തീഡ്രല് മോസ്കാക്കി മാറ്റി അധിക്ഷേപിച്ച്, ആൾക്കാരെല്ലാം അധിക്ഷേപിച്ച്, വിശ്വാസികളെല്ലാം കൊന്നൊടുക്കി, സ്ത്രീജനങ്ങളെല്ലാം അപമാനിച്ച്, ചന്തയെ കൊണ്ട് വിറ്റ്, അങ്ങനെ നമുക്കറിയാം ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പം സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ടെന്ന് പറഞ്ഞ അമ്മ എന്തേ ഇടപെടാത്തത്, ഈ അമ്മ എന്തേ കയറി ഇടപെടാത്തത് ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അവസാനം അമ്മ ഇടപെട്ടു. അങ്ങനെയാണോ? അത്രയും പ്രാർത്ഥിക്കുന്നേരം വരെ ഈ അമ്മ എന്നെ കഠിന ഹൃദയമായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നോ? അമ്മ എവിടെ പോയിരിക്കുകയായിരുന്നു? മക്കൾ ഇതുവരെ കഷ്ടപ്പെടുന്നിട്ട് അമ്മ എന്ത് ഇടപെടാത്തത്? അമ്മ സ്വർഗത്തിലിരുന്ന് തമ്പുരാനെടുത്തിരുന്നുകൊണ്ട് ഈ മനുഷ്യമക്കൾക്കെതിരെ സാത്താന്റെ യുദ്ധം മുഴുവനും, വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം അറിയാമല്ലോ. സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്, കോപിച്ചിട്ട് സ്ത്രീയെ കിട്ടിയില്ല, ആൺകുട്ടി ഈശോയെ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ദൈവകൽപ്പന പാലിക്കുന്നവർ, ഈശ്വര വിശ്വസിക്കുന്നവരായി ഈ സ്ത്രീയുടെ സന്താനങ്ങളിൽ ശേഷിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം ചെയ്ത സർപ്പത്തെ കണ്ടുകൊണ്ട് ഈ യുദ്ധം ഇരയാകുന്ന മനുഷ്യമക്കളെ, തൻ്റെ മക്കളെ കണ്ടിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ എന്തേ ഇടപെടാതിരിക്കുന്നത്? നമ്മളൊക്കെ എന്തേ ഇറങ്ങി വരാത്തത്? ഇത്രയും ഇതുപോലെ കെഞ്ചി ദയനീയമായിട്ട് ജപമാല എടുത്ത് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണോ അമ്മയൊന്ന് ഇടപെടുന്നത്? അപ്പൊ അമ്മയുടെ മനസ്സ് വല്ല കഠിന ഹൃദയമാണല്ലേ, കല്ലിച്ച മനസ്സ്. അമ്മയ്ക്ക് ഒരു മയവും ഇല്ലല്ലോ, ഒരു അലിവും ഇല്ലല്ലോ. അത്രയും പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ 100 വർഷം മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിളിൽ 1453 സംഭവിച്ച പോലെ ഭീകരമായി ഈ പറഞ്ഞ മുസ്ലിം പട കയറി ഇറങ്ങി നശിപ്പിച്ച്, കൊന്നൊടുക്കി, അവമാനിച്ച്, പള്ളികളൊക്കെ നശിപ്പിച്ച് അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് അമ്മ സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ ഇരുന്നു? അവിടെ അമ്മയുടെ ഹൃദയം ഈ പറഞ്ഞ അലിവുള്ളതല്ലല്ലോ, കഠിനമല്ലേ എന്നൊക്കെ തോന്നിപ്പോകും. ഇത്രയും പ്രാർത്ഥിച്ചെങ്കിലും അമ്മ ഇടപെടുള്ളോ?
ഇത്രയോ വേറെ പ്രാർത്ഥിച്ചിങ്ങനെ ഇടപെടുകയുള്ളോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, അമ്മ ഇടപെടാത്തതല്ല, സ്വർഗം ഇടപെടാത്തതല്ല. നമുക്ക് പലപ്പോഴും ദർശനങ്ങൾ അവിടെ ഇവിടെയും, ദർശനം മാത്രമല്ല ചില അത്ഭുതകരമായ ഇടപെടലുകൾ, രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളും രൂപങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. രക്തക്കണ്ണീരൊഴുക്കുന്ന ചിത്രങ്ങൾ, തിരുസ്വരൂപങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. ഇതാണ് പ്രത്യേകിച്ചും അമ്മ സ്വർഗം ഭൂമിയിലേക്ക് നോക്കിയിട്ട് കരയുന്നു കരയുന്നു കരയുന്നു, കരഞ്ഞിട്ട് ചോര കണ്ണിക്കൂടെ വരികയാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ള ആൾക്കാർ ചിലരൊക്കെ പറഞ്ഞ് കണ്ണീരിൻ്റെ പുത്രിയാന്ന് പറയാൻ മാത്രം കരച്ചിൽ സങ്കടമായിട്ട് ജീവിക്കുന്നവർ പോലും എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെങ്കിലും ആരുടെയെങ്കിലും കണ്ണിൽ ഇതുവരെ ചോര വന്നിട്ടുണ്ടോ? ഇല്ല, കണ്ണ് ചിലപ്പോൾ ചുമന്നിട്ടുണ്ടാവും, കലങ്ങിയിട്ടുണ്ടാവും, കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. ചോര കണ്ണീരിന് പകരം ഒഴുകി ഇറങ്ങിയ അനുഭവം ഒരു മനുഷ്യ വ്യക്തിക്കും ഇല്ല. ആ അനുഭവം അമ്മയ്ക്കുണ്ട്, ഇന്നും ഉണ്ട്. അതുപോലെ അമ്മ ഭൂമിയിലേക്ക് നോക്കിയിട്ട് വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. എന്നാൽ പിന്നെ സഹായിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുകയാണ്. ഇത് ഒക്ടോബർ മാസമല്ലേ, 13-ാം തീയതി തൊട്ട് മുമ്പിലുണ്ടല്ലോ. ഒക്ടോബർ 13 വിഷയം നമുക്കറിയാം. ഫാത്തിമയിൽ അമ്മ അവസാനത്തെ പ്രാവശ്യം പരസ്യമായിട്ട് പ്രതിഷ്ഠപ്പെട്ട അവസരമാണ്. അന്നാണ് അമ്മ ഏറ്റവും വലിയ അത്ഭുതം അവിടെ കാണിച്ചത്, അടയാളം കാണിച്ചത്. എന്താണ് അടയാളം? സൂര്യനിൽ വലിയ അടയാളം അല്ല, സൂര്യൻ ഇങ്ങനെ വലുതായി നിറം മാറി താഴേക്ക് വരുന്ന പോലെ, ചുറ്റിക്കറങ്ങുന്ന പോലെയൊക്കെ. പിന്നെ 70,000-80,000 ഒരു ആൾക്കൂട്ടം വന്ന് ഫാത്തിമ കുന്നുമോർത്തുണ്ട്. അവരെല്ലാവരും നേരെ കാണുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവിടെയുള്ള പത്രങ്ങളിലെല്ലാം, പോർട്ടുഗലിലെ പത്രങ്ങളിലെല്ലാം അതിൻ്റെ ഫോട്ടോകളെല്ലാം വന്നു. അന്നത്തെ ലോകം മുഴുവൻ അറിഞ്ഞു. കാരണം ആർക്കും നിഷേധിക്കത്തില്ല. 70,000-80,000 ആൾക്കാർ തലരാത്രിയിൽ ആ മലമുകളിൽ മഴ നനഞ്ഞ് കാത്തു നിന്ന് അമ്മ പ്രത്യക്ഷപ്പെടുന്ന രാവിലെ സമയമായപ്പോഴേക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു ഈ പിള്ളേരോട്. അമ്മ പോകാൻ നേരത്ത് ലൂസിയ ഓർപ്പിച്ച് കഴിയുമ്പോൾ അമ്മ അടയാളം കാണിക്കാതെ പറഞ്ഞിരുന്നല്ലോ, എന്താ അമ്മ അടയാളം കാണിക്കുന്നില്ല, അമ്മ പോവുകയാണോ? അപ്പൊ അമ്മ ലൂസിയുടെ സൂര്യനെ നോക്കാനായിട്ട് ചൂണ്ടിക്കാണിച്ച് ലൂസിയ സൂര്യനെ നോക്കി. അപ്പോഴേക്കും ലൂസിയെ കണ്ടു സൂര്യന് മാറ്റം. അവിടെ ലൂസിയ എല്ലാവരും പിന്നെ ഒന്നൊരു സൂര്യൻ നിറക്ക് വിരൽ കൈ ചൂണ്ടി. ആൾക്കൂട്ടം എല്ലാം അങ്ങോട്ട് നോക്കി. അതിൻ്റെ ശരിക്കുള്ള ഫോട്ടോകൾ ഇന്നും ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആൾക്കൂട്ടം മുഴുവനും 10,000-കണക്കിന് ആൾക്കാർ ആകാശത്തേക്ക് നോക്കി അന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അത്ഭുതം കാണുകയാണ്. അത്രയും വലിയ അടയാളം അവിടെ അമ്മ കാണിക്കുന്നു. ഇങ്ങനെയുള്ള 6 മാസത്തെ പ്രത്യക്ഷീകരണങ്ങളുടെ അവസാനത്തെ 3 അവസരത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. 13-ാം തീയതി തോറും മാതാവ് വരും എന്ന് കേട്ടുകൊണ്ട് ആൾക്കാർ കൂടുന്നുണ്ട് അവിടെ. അങ്ങനെ കൂടുന്നവർ പിള്ളേരെ വന്ന് കണ്ടിട്ട് നേരത്തെ അവർ വന്നിട്ട് പിള്ളേരെ വീട്ടിച്ചെല്ലും. പിള്ളേരെ കാണും. എന്തിനാ? അവിടെ നിയോഗങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളാസെ കുറിച്ചുകൊണ്ട് നേൽപ്പിക്കുക. മോളെ മോളെ മോളെ, അമ്മ വരുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യം പറയണം, അമ്മയോട് മാതാവിനോട് പറയണം, നിങ്ങൾ മാതാവിനെ കാണുകയല്ലേ, മാതാവ് മിണ്ടുകയല്ലേ. അപ്പോൾ ഈ കൊച്ചിന് അങ്ങനെ കള്ളാസ് കുറിച്ച് കൊടുത്ത് നിയോഗങ്ങൾ പിടിച്ചുകൊണ്ടാണ് ലൂസിയായും ഈ പറഞ്ഞ ജസീന്തായും ഫ്രാൻസിസും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പേര് ചുറ്റും നിൽക്കുകയാണ്. ഇവർ പിള്ളേരിങ്ങനെ മാതാവിനെ കണ്ടു നിൽക്കും. മറ്റൊരടുത്ത് നിന്നുകൊണ്ട് കൈ കാണിക്കുക, എൻ്റെ കാര്യം പറഞ്ഞോ, എൻ്റെ കാര്യം പറഞ്ഞോ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഈ മാതാവ് പോകാനാകുമ്പോഴത്തേക്കും പിള്ളേർ പറയും, അമ്മേ അമ്മേ കുറച്ചുകൂടെ കാര്യം പറയാനായിട്ട് ഇവർ നോക്കി നിൽക്കുക. എന്നതാ? അപ്പം ഈ പിള്ളേർ പറയും, അമ്മേ ഇങ്ങനെ ഒരു അസുഖത്തിൻ്റെ വിഷയം, ഇങ്ങനൊരു വിഷയത്തിൻ്റെ ഇത്. അങ്ങനെ പറയുന്നിടത്ത് 3 ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ ഇങ്ങനെ പിള്ളേർ നിയോഗം പറയുമ്പം അമ്മ അത് കേട്ടിച്ചിട്ട് കൊടുക്കുന്ന മറുപടി ലൂസിയെ കൃത്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അവിടെ പറയുന്നത് എനിക്ക് ആശ്ചര്യം തോന്നിയ കാര്യമാണ്. അമ്മ പറയാണ്, ആ ഒരു കേസ് താമസം പിന്നെ സൗഖ്യപ്പെടും. മറ്റൊരു കേസ് ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് 1 വർഷത്തോളം എടുക്കും അവർ പ്രാർത്ഥിച്ച് വിശ്വസിക്കണം. മറ്റു ചിലത് ഉടനെ വരികയല്ല, അവർ നല്ലപോലെ അനുദപിച്ച് മാനസാന്തരപ്പെടണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൗഖ്യങ്ങൾ നീക്കിവെക്കും, ചിലപ്പോൾ തിരസ്കരിക്കുക പോലും ചെയ്യുന്നു. അമ്മയ്ക്കൊന്ന് മനസ്സായ ഏത് സൗഖ്യം കൊടുക്കാൻ മേലാത്തത്. എന്നിട്ടും അമ്മ നേരിട്ട് വന്നിട്ട് പോലും അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മ പറയാണ്, കുറേ താമസം കൊടുക്കുക, അവർ ജീവിതത്തിൽ മാറ്റം വരുത്തണം, അനുദപിക്കണം, പാപങ്ങൾ ഒഴിവാക്കണം, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ രക്ഷാ വിടുതൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വ്യവസ്ഥയില്ലാതെ നമ്മിലേക്ക് ചുമ്മാ ദൈവം ഒഴിച്ചു തരാൻ വേണ്ടി വെച്ചിരിക്കുക. വ്യവസ്ഥയെന്ന് നമ്മൾ പാത്രം ശരിയാക്കണം. പാത്രത്തിൽ ശേഖരിക്കുന്നു പറഞ്ഞില്ലേ, പാല് മേടിക്കാൻ അയൽവക്കത്തെ വീടിച്ചിരുന്നൊരു കൊച്ച് അവിടെ ചെന്ന് രാവിലെ പാല് മേടിക്കാൻ പോകണം, പാത്രമായിട്ട് പോകണം. ആങ്ങളെയും പെങ്ങളോടൊന്ന് വിചാരിക്കുക, മാറി മാറിയാണ് പോകുന്നത് പാല് മേടിക്കാൻ. കാരണം ഇഷ്ടമല്ല പിള്ളേർക്ക് പാല് മേടിക്കാൻ പോകാൻ.
അന്നൊരു ദിവസം പാല് മേടിക്കുന്ന സമയം കഴിഞ്ഞു. ഇവിടെ പിള്ളേർ കിടന്ന് ഉറക്കമാ, ഏറ്റിട്ടില്ല. അമ്മ പിന്നെയും വിളിച്ചു, ഏക്ക് അവളന്ന് പോകേണ്ടത്. എടി നീ ചെന്ന് പാല് മേടിച്ചോണ്ടോ, കാപ്പിടിക്ക് നേരമായില്ലേ. കുത്തിപ്പൊക്കി ഏൽപ്പിച്ചു അവളെ. അവള് പെറുപുറത്തോണ്ട് എണീറ്റു. എന്നിട്ട് അരിച്ചപ്പെട്ടുകൊണ്ട് പാത്രം എടുത്തുകൊണ്ട് ഓടുക അയൽവക്കത്തെ വീട്ടിലേക്ക്. അയൽവക്കത്തെ വീട്ടിൽ ഓടിച്ചെന്നു. അപ്പം അയൽവക്കാർ നോക്കി നിൽക്കുക, പാല് മേടിക്കാൻ എൻ്റെ കൊച്ചു വരാത്ത സമയം തെറ്റിയല്ലോ. പാത്രം വരുന്ന കണ്ടപ്പോഴേ ആ സ്ത്രീ പാലും എടുത്തുകൊണ്ട് ഒഴിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പം ഈ കൊച്ച് ഓടിച്ചെന്നു. അവിടെ ചെന്നിട്ട് പാത്രം തുറക്കാൻ നോക്കിയപ്പം എന്നും എടുത്തുകൊണ്ട് വരുന്ന പാല് പാത്രമല്ല, പാത്രം മാറിപ്പോയി. ഒരേ ഷേപ്പായിരിക്കും. ആ പാത്രം തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അടപ്പിങ്ങനെ അടഞ്ഞ് കടിച്ചിരിക്കുകയാണ്. അതിങ്ങനെ കൈകൊണ്ട് പിടിച്ചു, നാഗം കൊണ്ട് പിടിച്ചു, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു, തുറക്കാൻ നോക്കി, പറ്റുന്നില്ല. മറ്റേ സ്ത്രീ പാലൊഴിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നു. പിന്നെ ഒരു വക്കെ കൊണ്ട് ഇടിക്കുന്നു, അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റേ സ്ത്രീ കൂടെ സഹായിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം പണിതിട്ട് ഈ പാത്രം ഒന്ന് തുറക്കുമെന്ന് വിചാരിക്കുക. തുറന്നപ്പോൾ ആശ്വാസമായി. ഉടനെ മറ്റേ സ്ത്രീ പാത്രം എടുത്ത് വേഗം ഒഴിക്കാൻ വേണ്ടി ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് എന്താണ്, തലയാഴ്ചയിൽ കറി എടുത്തിട്ട് കഴുകാതെ വെച്ചതാണ്. അത് മുഴുവൻ പുളിച്ച് നാറി ഇങ്ങനെ ഇരിക്കുന്നു. ഒഴിക്കാൻ പറ്റും? ഒഴിക്കത്തില്ല. ഉടനെ പിന്നെ എന്നാ ചെയ്തു, ഈ കൊച്ചു ആ പാത്രം കുടഞ്ഞ് ഈ അഴുക്ക് വേസ്റ്റെല്ലാം കൂടെ കളഞ്ഞു, കൈയിട്ട് വടിച്ച് കളഞ്ഞു. എന്നിട്ട് നോക്കിയിട്ട് മണമാണ്, പാലൊഴിക്കാമില്ല. പിന്നെ അപ്പുറത്ത് പോയി ടാപ്പിൽ വെള്ളമെടുത്ത് കുലുക്കി കഴുകി അത് ഒഴിച്ച് കളഞ്ഞു. പിന്നെ നോക്കി മണം മാറുന്നില്ല. പിന്നെ ആ സ്ത്രീ സോപ്പൊക്കെ എടുത്തിട്ട് ബ്രഷും കൊണ്ട് വന്ന് സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കഴുകി എടുത്ത് മണത്ത് നോക്കി പിന്നെയും കഴുകി സാമാന്യം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഈ പാത്രം കൊച്ചിൻ്റെ കൊടുത്തു പാലൊഴിക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ പാലൊഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ട് പാലകത്തേക്ക് ഒഴിച്ചു. അപ്പോഴുണ്ട് ഈ പാത്രം പിടിച്ചിരിക്കുന്ന കൊച്ചിൻ്റെ കാലിലോട്ടെല്ലാം പാല് വീഴുന്നു. എന്താ കാര്യം? പാത്രത്തിന് ഓട്ടയാണ്, പല ഓട്ടയാണ് ഈ പാത്രത്തിന്. അപ്പോൾ ഉടനെ പാലൊഴിക്ക് നിർത്തുകയാണ്. പിന്നെ കൊച്ചെന്നാ ചെയ്യുന്നത്, ഈ ഓട്ട ഇങ്ങനെ കൈവിരൽ കൊണ്ട് ഞെക്കി പൊത്തി പിടിച്ച് അടച്ച് പിടിച്ചുകൊണ്ട് ആ പാത്രത്തിൽ പാല് മേടിക്കാൻ നോക്കുന്നു. അങ്ങനെ പാലുമായിട്ട് വീട്ടിൽ വരിക. ഞാനത് പറഞ്ഞത്, ഇതാ നമ്മുടെ ജീവിതം ഈ പാത്രമാണ്. നമ്മൾ തുറക്കാൻ നമ്മൾ തയ്യാറല്ല. പറഞ്ഞ ഉദാഹരണം മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായോ? പാല് മേടിക്കാൻ പോകുന്ന കാര്യം, പാലല്ല മേടിക്കാൻ പോകുന്ന നമ്മുടെ കൃപാപരമാണ്. പാത്രം ഏതാണ്? നമ്മുടെ ജീവിതങ്ങളായ പാത്രം. നമ്മുടെ ഉള്ളൊന്ന് തുറക്കാതെ എത്ര പാൽ അവിടെ കറന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലും അത് ഒഴിച്ചു തരാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപാപരങ്ങൾ എത്ര കോടി രൂപ ബാങ്കിലിട്ടെന്ന് പറഞ്ഞ പോലെ എന്തുമാത്രം ഉണ്ടെങ്കിൽ പോലും ആ കൃപാപരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി പോലും ഒഴിച്ചു തരാൻ ദൈവത്തിന് പറ്റുകയല്ല. നമ്മൾ തുറക്കുന്നില്ല എങ്കിൽ, ഞാൻ ഉള്ളു തുറന്നാണോ തമ്പുരാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ആയിരിക്കുന്നത്? ദൈവമേ എന്നോട് സംസാരിക്കണേ, എന്നെ പഠിപ്പിക്കണേ, എൻ്റെ ജീവിതത്തെ തുറക്കുന്നു. അങ്ങനെ നമ്മൾ തുറക്കണം, ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് മാമസയ്ക്ക് വരുമ്പോൾ ചോദിക്കുക, നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നു അടിമത്തം മാറിക്കിട്ടാൻ? ഞാൻ ആഗ്രഹിക്കുന്നു, തുറക്കുന്നു, അതർത്ഥം. ഇത് തുറന്നു കഴിഞ്ഞാലോ രണ്ടാം ചോദ്യം മാമോസ്തല വരുന്ന നമ്മൾ കണ്ടു. നമുക്കറിയാം, പാപവും പാപമാർക്കും നീ ഉപേക്ഷിക്കാമോ? നിന്റെ പാത്രം ഹൃദയത്തിൽ കയറി കിടക്കുന്ന തിന്മ, പാപം, അഴുക്ക് ഇതെല്ലാം നീ കളയാമോ? ഇതകത്ത് വെച്ചോണ്ട് എങ്ങനെ പാലൊഴിച്ചു തരും? അവിടെ ഉള്ളൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ? തയ്യാറാണ്? കഴുകാമോ? അത് തയ്യാറാകണം. അപ്പോൾ അഴുക്കെല്ലാം മാറ്റി തുറക്കണം. പിന്നെയും ചോർച്ചകളും നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, അകൽച്ച വെച്ചുകൊണ്ടിരിക്കുന്നു, പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നു, ആൾക്കാരെ മാറ്റി വെച്ചിരിക്കുന്നു, എല്ലാം ചോർച്ചകളാണ്. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാണ് മറ്റുള്ളവരോട്. അങ്ങനെയൊക്കെ ചോർച്ച അടച്ച് തുറന്ന് വൃത്തിയാക്കി ചോർച്ച അടക്കുന്ന ഒരു പാത്രം, ആ പാത്രം നീട്ടിപ്പിടിച്ചാൽ പാലൊഴിക്കാൻ തുടങ്ങും. പക്ഷെ ആ സ്ത്രീ പാലൊഴിക്കാൻ തുടങ്ങിയതേ ഈ കൊച്ച് പാത്രമായിട്ട് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. പാല് നിറഞ്ഞോ? പാല് കിട്ടിയോ? ഇല്ല. പാലൊഴിക്കുന്ന അവസ്ഥ ചോർച്ച അടച്ചു പിടിച്ചുകൊണ്ട് പാത്രം നിറയുന്നിടം വരെ ആ പെങ്കൊച്ചോട് വെയിറ്റ് ചെയ്യണം. പാത്രം നിറയുന്നിടം വരെ ആ പെങ്കൊച്ച് ആ പാത്രം അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കണം. നിറയുന്നിടം വരെ നമ്മളിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പഴയ നിയമത്തില് മോശ ഇസ്രായേൽക്കാരെ കൊണ്ട് വരുന്ന രംഗമുണ്ട്. പുറപ്പാട് പുസ്തകത്തില് 10-14 അധ്യായങ്ങളില് മോശ ജനത്തെ കൊണ്ട് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, ദൈവം മോശ നയിച്ച് ചെങ്കടലിന്റെ തീരത്തോട്ടാ. ചെങ്കടലിന്റെ പക്കലെത്തി മുന്നോട്ട് പോകത്തില്ല, വഴി തടഞ്ഞ് അവർ നിൽക്കുമ്പോഴിതേ അടുത്ത ദിവസം കാണുകയാണ്, പുറകില് ഫറവോടെ സൈന്യം പാഞ്ഞു വരുന്നു. ഈ സൈന്യത്തെ കണ്ട് ആൾക്കാരെല്ലാം കൂടെ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിക്കുമ്പോൾ മോശ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 10 വാക്യങ്ങള് മോശ പറഞ്ഞു, നിങ്ങളൊന്നും ബഹളം വെക്കാതിരിക്കുക, കാറാതിരിക്കുക. മരുഭൂമിയുടെ അങ്ങേ അറ്റത്ത് പൊടി പൊങ്ങുന്ന കാണാം, സൈന്യം വരികയാണ്, രഥങ്ങളും എല്ലാമായിട്ട് കുതിരപ്പട്ടാളം പാഞ്ഞു വരികയാണ്. ഇവര് നടന്നു പോകുന്ന ആൾക്കൂട്ടമാണ്. അപ്പൊ ഇവർ സൈന്യം വന്നാൽ വാൾ ഇരയാക്കും. പിന്നെ കടല പോകത്തുമില്ല, ഓടിയാൽ രക്ഷപ്പെടുകയല്ല. എന്നാ ചെയ്യും? നിസ്സഹായതയെ കാറുമ്പോൾ മോശ പറഞ്ഞു, നിങ്ങളെ ബഹളം വെക്കാതെ ദൈവം ഇടപെടും, ദൈവം നമുക്കൂടി യുദ്ധം ചെയ്തുകൊള്ളും, അടങ്ങിയിരുന്നാൽ മതി. മോശ ഉറപ്പിച്ച് കയറുന്നങ്ങ് പറഞ്ഞു, ഒരു പാറപ്പുറത്ത് കയറുന്ന പറഞ്ഞു കാണും. ജനങ്ങളത് കേട്ടിട്ട് വിശ്വസിച്ചു ശാന്തരായി. കാരണം എന്താ? അവര് കണ്ടതാണ് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ
മോശ 10 വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ഫറവയെ വരച്ചവരെ നിർത്തിയിട്ട് ഇവരെ ഇറക്കിക്കൊണ്ട് വന്നതാ. മോശ പറഞ്ഞ് നടക്കുമെന്ന് ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ശാന്തരായിട്ട് ഇവർ നിൽക്കുമ്പോൾ അവർ അങ്ങോട്ട് നോക്കുകയാണ്. എത്തി നോക്കുമ്പോൾ അവിടെ സൈന്യം ഓരോന്ന് വരുന്നുണ്ട്. മോശ ഇങ്ങനെ നിൽക്കുക, അവർ മിണ്ടാതെ നിൽക്കുക, അനങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ മോശയുടെ ഉള്ളിൽ ആദ്യ കയറുകയാണ്. ഇപ്പം മോശ തമ്പുരാന്റെ മക്കളേക്ക് തിരുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ കടലാണ്, പുറകോട്ട് നോക്കുമ്പോൾ സൈന്യം വരുന്നു. ഇവർ ലക്ഷക്കണക്കിന് ആൾക്കാർ വാളിനെറിയാവും. ഇപ്പം ദൈവത്തിന്റെ പേര് പറഞ്ഞത് മോശ പറഞ്ഞു ശാന്തരായിരുന്നാൽ മതി. മോശ ദൈവത്തെ വിളിച്ച് നിലവിളിച്ചു എന്നാ. ദൈവത്തെ വിളിച്ച് ദൈവമേ രക്ഷിക്കണേ, ഇടപെടണേ, വേഗം ഇടപെടണമേ, ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെല്ലാം വാളിനിരയാകും. അപ്പൊ തമ്പുരാന്റെ മറുപടി വരികയാണ്. 15-ാം വാക്യം, പുറപ്പാട് 14-15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? നീ എന്തിനാ എന്നെ വിളിച്ച് കരയുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. പിന്നെ ആരെ വിളിച്ച കരയേണ്ടത്? നീ പറഞ്ഞിട്ടില്ലേ ഹെബ്രായ നാട്ടിൽ ആടിനെ മേയിച്ചിടന്ന് എന്നെ അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഫറവോടെ പിന്നെ കേട്ട് 10 പ്രാവശ്യം പിടിച്ചിട്ട് ഈ ജനത്തെ ഇറക്കിക്കൊണ്ട് വന്ന് നീയല്ലേ? എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചല്ല, പിന്നെ ആരെ വിളിച്ച കരയേണ്ടത്? എന്നിട്ടിപ്പോ നീ ചോദിക്കുക എന്തിനാ എന്നെ വിളിച്ച് കരയുന്നെന്ന്. തമ്പുരാൻ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ബാക്കി പറയുകയാണ്, നീ നിന്റെ കയ്യിൽ വടി തന്നിട്ടില്ല, ഞാൻ ആ വടിയെടുത്ത് കടലിന് മേൽ നീട്ടിയിട്ട് കടലും മാറാൻ പറ, എന്നിട്ട് നീ അവരെ കൊണ്ട് കടൽ നിൽക്കുമ്പോൾ അപ്പുറം കടന്നു പോ. തമ്പുരാൻ പറഞ്ഞിട്ട് മാറി, അനങ്ങുന്നില്ല. തമ്പുരാൻ ഇടപെടിയല്ല. നീ എന്തിനാ എന്നെ വിളിച്ച കാര്യം? നീ ഇടപെട്ടേ, നിനക്ക് ഞാൻ ചെയ്യാനുള്ള തന്നിട്ടുണ്ട്, വടി തന്നിട്ടുണ്ട്. നിവൃത്തിയില്ലാതെ മോശ ആ പാറപ്പുറത്ത് നിൽക്കുകയാണ്, കടലിൽ ഇപ്പുറത്ത് നിൽക്കുന്നു. മോശ കടലിൽ നോക്കി തമ്പുരാൻ കണ്ണു പഠിച്ചിങ്ങനെ ഇരിക്കുകയാണ്, കയ്യും കെട്ടിയിരിക്കുകയാണ്, അനങ്ങുന്നില്ല. ഞാൻ ചെയ്യല. നിവൃത്തിയില്ലാതെ മോശ കടൽ നിറക്ക് വടി നീട്ടിയിട്ട് ജനം മുഴുവൻ നിൽക്കുന്നു. സൈന്യം അവിടെ നിന്ന് വരുന്നു. കടൽ മാറാൻ പറഞ്ഞു, കടല് മാറി പിളർന്നു. മോശ ജനങ്ങളുടെ ആവേശത്തോടെ ആ വരണ്ട മണ്ണിലൂടെ കടലിൽ വെള്ളം ഇങ്ങനെ 2 വശത്ത് ഭിത്തി പോലെ നിൽക്കുന്നു. അങ്ങനെ കടന്ന് അക്കരെ കയറി വരികയാണ്. അങ്ങനെ കയറി വന്ന് നമുക്കറിയാം, ഈജിപ്തുകാർ പറയാൻ വന്ന് അവരും ഇറങ്ങി, പക്ഷെ അവർ വെള്ളത്തിൽ വിട്ടുപോയി. അങ്ങനെ വലിയൊരു അനുഭവം മോശയ്ക്കുണ്ടായി. വടി ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും, തൊട്ടപ്പുറത്ത് വേറൊരു സംഭവമുണ്ട്. 17-ാം അധ്യായത്തിൽ, ഇത് 14-ല്ല, 17-ാം അധ്യായത്തിൽ 8 വാക്യങ്ങൾ. ഇത് അവിടെ അമലേക്കിൽ പറഞ്ഞ ഒരു രാജാവ് അമലേക്ക് സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ അവിടെ നിന്ന് വന്നു. ഫറവോ ഇവിടെ തീർന്നു പോയി. ഇപ്പൊ പുതിയ സ്ഥലത്ത് നിന്ന് പിന്നെ യുദ്ധമാണ്. അപ്പൊ എന്നാ ചെയ്യുന്നത്? ഇവിടെ മോശ പെരുമാറ് നമുക്കറിയാം. മോശ എന്നാ ചെയ്യുന്നത്? ദൈവമേ രക്ഷിക്കണേ, ഇടപെടണമേ എന്ന് പറഞ്ഞ് മോശ ദൈവത്തിന് മേൽ കരഞ്ഞില്ല. മോശ എന്നാ ചെയ്യുന്നത്? മോശ ജോഷുവയെ വിളിച്ചു പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്കിലെ യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മല മുകളിൽ നിൽക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വടി, അതിന്റെ പ്രസക്തി എന്തെന്ന് മോശയ്ക്ക് നല്ലപോലെ അറിയാം. ആ വടി മോശക്കാരുണ്ട്. മോശക്കാർ എന്ന് ചെയ്യേണ്ടത്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ദൈവത്തോട് കെഞ്ചിയില്ല, ദൈവമേ രക്ഷിക്കണേ, ഇടപെടണമേ, ഇല്ല. യോശുവ വിളിച്ച് പറഞ്ഞു, രാവിലെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ മലമുകളിൽ കയറും, വടി പിടിച്ച് നിൽക്കും. എന്നിട്ട് മോശ അഹ്റോൻ ഹൂർ ഈ 2 പേരെ കൂട്ടിക്കൊണ്ട് മലമുകളിൽ കയറി. സംഭവം നമുക്കറിയാമല്ലോ. അവിടെ ചെന്ന് ഈ വടിയും കൈ പിടിച്ചുകൊണ്ട് കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജോഷുവയും കൂട്ടരും താഴെ ഇറങ്ങി അമലേക്കിന്റെ വടി യുദ്ധം ഇറങ്ങി. യുദ്ധം നീങ്ങി, യുദ്ധം ജയിച്ച് കയറിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വചനം പറയുകയാണ്, മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ മോശയുടെ കൈ താത്തിയപ്പോൾ സംഭവിച്ചു, താഴെ കാണാം അമലേക്കർ ഇവരെ പിന്നോട്ട് ഓടിക്കുകയാണ്. യോശുവയും കൂട്ടരും പുറകോട്ട് ഓടുകയാണ്. അത് കണ്ട മോശ വീണ്ടും കൈ പൊക്കി പിടിച്ചു. അങ്ങനെ കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി മോശയിലൂടെ യോശുവയ്ക്കും കൂട്ടർക്കും കിട്ടി. അവർ മുന്നേറി. വീണ്ടും കൈ കഴിച്ചപ്പോൾ കൈ താത്തി. അപ്പൊ മറ്റൊരു ഇങ്ങോട്ട് ഓടിച്ചു. അപ്പൊ ഇത് കണ്ട മോശ കൈ താക്കാൻ പറ്റുന്നില്ല, നടുവ് കഴിക്കുന്നു. ഉടനെ അഹ്റോനും കൂറൊരു കല്ല് ഉരുട്ടി ഇട്ട് കൊടുത്തു. ആ കല്ല ഇരുത്തി. കൈ താക്കാൻ പറ്റുകയില്ല, കൈ കഴിച്ചിട്ട് മേല. അഹ്റോനും കൂർ 2 വശത്ത് മുട്ട നിന്നുകൊണ്ടായി കൈ പൊക്കി പിടിച്ചു. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന, നമുക്കറിയാം. കൈ പൊക്കി പിടിച്ചു. അങ്ങനെ പൊക്കി പിടിച്ച് സന്ധ്യ വരെ കൈ താക്കാതെ, ഒട്ടുമേന്ന് മാറാതെ അങ്ങനെ 3 പേര് മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ താഴ്വാരത്ത് യോശുവയും കൊണ്ട് പൊരുതി കയറി സന്ധ്യ ആയപ്പോഴേക്കും ജയിച്ചു. ഇത് തന്നെയാണ് 5-ാം പിയൂസ് മാർപ്പാപ്പ ലെപ്പാന്തോ എന്നുള്ള സ്ഥലത്ത് യുദ്ധത്തില്, ആ കടലിലെ യുദ്ധത്തില് അവലംബിച്ച മാർഗം. ജനം മുഴുവനോട് മാർപ്പാപ്പ പറഞ്ഞു, സകല ക്രൈസ്തവരോടും പറഞ്ഞു, നിങ്ങൾ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചേ, ജപമാല കയ്യെടുത്ത് പ്രാർത്ഥിച്ചേ. താനും പ്രാർത്ഥിച്ചു. ഈ സൈന്യത്തിന് യുദ്ധം ചെന്ന് പോകുന്നുണ്ട്, അവരോടും പറഞ്ഞു നിങ്ങളും പ്രാർത്ഥിക്കണം, ജപമാല കയ്യിൽ എന്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഇവിടെ ഈ സംഭവം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി ജോഷയും മറ്റും വിജയിച്ച് സന്തോഷത്തെ തിരിച്ചു വന്നിട്ട് മോശയോടും മറ്റും പറയുകയാണ്, ഞങ്ങൾ വെട്ടിക്കേറി എല്ലാത്തിനെയും അരിഞ്ഞ് വീഴ്ത്തി ശരിയാക്കി നല്ല മിടുക്കരായിട്ട് വിജയിച്ച് വന്നിരിക്കുക, ഞങ്ങൾക്കുള്ള സമ്മാനം എന്നതാ എന്ന മട്ടിൽ വരുമ്പോൾ മോശ പറഞ്ഞു, എന്താണ്? ഒരു ചുരുള് കൊണ്ടിരിക്കുകയാണ്, വായിച്ച് കേൾപ്പിക്കുകയാണ്. ഏതാണ് ചുരുള്? ആ ചുരുള്?
ഈ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് തമ്പുരാൻ മോശയോട് പറഞ്ഞു, 14-ാം വാക്യം, കർത്താവ് മോശ വിളിച്ചതും, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷയെ വായിച്ചു കേൾപ്പിക്കണം. ജോഷുവ വൈകുന്നേരം വരുമ്പോൾ വിചാരിക്കാൻ പോകുന്നത് ജോഷുവയുടെ യുദ്ധത്തിന്റെ മിടുക്കുകൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്നാണ്. ഈ മലമുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചവർ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് വായിച്ചു കേൾപ്പിക്കണം. അങ്ങനെ ഈ ജോഷുവയെ കൂട്ട് സന്തോഷം തിരിച്ചു വന്ന് മോശ പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എല്ലാവരും ഇരിക്കുക. യുദ്ധം കഴിഞ്ഞ് വന്നവരെ എല്ലാം അവിടെ ഇരുത്തിയിട്ട് മോശ വായിച്ചു കേൾപ്പിക്കുകയാണ്. തങ്ങൾ ചെയ്ത കാര്യമല്ല, പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ തങ്ങൾ കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നിങ്ങൾ ജയിച്ചു, കൈ താഴ്ത്തിയപ്പോഴൊക്കെ നിങ്ങൾ പുറകോട്ട് ഉയർക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ കരുത്താലാണ് നിങ്ങൾ ജയിച്ചിരിക്കുന്നത്. എന്നിട്ട് മോശ വന്ന് അവസാനിപ്പിക്കുകയാണ്. 16-ാം വാക്യം, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ, തലമുറ തോറും കർത്താവ് അമലേക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. തലമുറ തോറും കർത്താവ് അമലേക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പം തൊട്ട് മുകളിൽ പറഞ്ഞു കഴിഞ്ഞു, ജോഷുവയും കൂട്ടരും അമലേക്കിനെയും അവന്റെ എല്ലാ ആൾക്കാരെയും അരിഞ്ഞു വീഴ്ത്തി. 13-ാം വാക്യം, ജോഷുവ തന്റെ വാളുകൊണ്ട് അമലേക്കിനെയും അവന്റെ ആളുകളെ അരിഞ്ഞു വീഴ്ത്തി. അവർ തീർന്നു. പിന്നെ എങ്ങനെ തലമുറ തോറും അമലേക്കിന് യുദ്ധം വരുന്നത്? അമലേക്ക് എന്ന് പറയുന്നത് ഇവിടെ അവസാനം വരുമ്പം അതൊരു പ്രതീകമാണ്. ദൈവജനത്തിനെതിരെ പൊരുതാനായിട്ട് വരുന്ന സാത്താനും അവന്റെ സൈന്യങ്ങളുമാണ് അമലേക്കും ആൾക്കാരും. അവർക്കെതിരെ തലമുറ തോറും കർത്താവ് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്ന കർത്താവാണ്, അതിന് ഇറങ്ങി പൊരുതുന്നത് നമ്മളാണ്. മോശ ജനത്തോട് പറഞ്ഞു, ചെങ്കടലിൽ അക്കരെ നിൽക്കുമ്പം കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തനായിട്ടിരുന്നേ. പക്ഷെ എന്ന് പറഞ്ഞെങ്കിലും മോശയാണ് വടി ഉയർത്തി പിടിച്ചുകൊണ്ട് കടലിനെ വിമർപ്പിച്ചത്. ഇവിടെ കർത്താവ് യുദ്ധം ചെയ്യും തലമുറ തോറും. പക്ഷേ ആ യുദ്ധത്തിന് ഉപകരണങ്ങൾ അല്ലെങ്കിൽ പട പൊരുതേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ 72 ശിഷ്യന്മാർ തിരിച്ചു വരുന്ന രംഗം ലൂക്കാ 10:17 അവിടെ കാണാം. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. കണ്ടോ, യേശുവിന്റെ നാമത്തിലാ കീഴ്പ്പെട്ടത്. പക്ഷെ ഞങ്ങൾക്കാ കീഴ്പ്പെട്ടത്, ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. 72 പറയാം, അവര് ചെന്നില്ലായിരുന്നെങ്കിൽ കീഴ്പ്പെടുകയല്ലായിരുന്നു. അപ്പം തലമുറോറും കർത്താവ് യുദ്ധം ചെയ്യും. പക്ഷെ നമ്മളാണ് ഇറങ്ങി പൊരുതേണ്ടത്, ഫീൽഡ് ഇറങ്ങേണ്ടത്. കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ, തലമുറകളിലേക്ക്. ആ പതാക എന്താണ്? കർത്താവിന്റെ കുരിശടയാളമാണ്. കുരിശടയാളം, ജപമാല, കുരിശുള്ള ജപമാല കയ്യിലെടുക്കുക. അതാണ് 5-ാം പീസ് മാർപ്പാപ്പ അന്ന് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ പതാക കയ്യിലെടുത്ത് ജപമാല എടുത്തേ, എന്നിട്ട് കരം ഉയർത്തിപ്പിടി ത്യാഗമെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേ. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചു. അങ്ങനെ ജനം മുഴുവൻ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ കടലില്, ഇവിടെ ജോഷുവ ഇങ്ങോട്ട് പൊരുതിയ പോലെ കടലില് ഈ പറഞ്ഞ സൈന്യങ്ങൾ പൊരുതി വലിയ ഭീമാകാരമായ സൈന്യ ബലം എല്ലാം ഉള്ള വലിയ രാജ്യത്തിന്റെ സംഘാടക പാഠം, യുദ്ധ നൈപുണ്യവും യുദ്ധപരിചയം എല്ലാമുള്ള ഈ 67,000 വരുന്ന സൈന്യത്തെ വെറും 28,000 പേര് തോപ്പിച്ചു, കീഴ്പ്പെടുത്തി. ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുകയാണ്. ഇതൊരു മാനുഷിക ഭൗതിക യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല, അതും ആവശ്യമാണ്. നമ്മൾ അങ്ങനെ ജാഗ്രതയെടുത്ത് ഇറങ്ങിയേ പറ്റൂ, അല്ല നമ്മൾ അടിയെ തീർന്നു പോകും. പാഠങ്ങളുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം തീർന്നു പോയി. അവിടുത്തെ വലിയ ഒന്നാന്തരം വലിയ കത്തീഡ്രൽ ഇന്നൊരു മോസ്കായിട്ട് നിൽക്കുന്നു. സഭയുടെ ഈറ്റില്ലമായ പിറന്ന നാട്ടിലെ സകല സമൂഹങ്ങളെല്ലാം, എഫെസോസ്, കോരിന്തോസ്, ഫിലിപ്പി, കൊളോസോസ്, എത്ര കരുത്തുള്ള സഭകളായിരുന്നു. അതെല്ലാം തീർന്ന് നാവ് മാത്രമേ കുറച്ചുപേർ അവിടെയുള്ളൂ. അവർ പോലും വേട്ടയാടപ്പെടുക, അരിഞ്ഞു വീഴ്ത്തപ്പെടുകയാ. അങ്ങനെയുള്ള ഒരു മുസ്ലിം ആധിപത്യത്തിലേക്ക്, കാലിഫേറ്റ്, ഒട്ടോമൻ കിങ്ഡം ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പോയി. യൂറോപ്പ് അങ്ങനെ പോകാതെ വന്നത് ഈ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മളെ കൊണ്ട് നമ്മുടെ നാട് മുഴുവൻ അങ്ങനെ തീർന്നേനെ, മലബാർ പോലെ ആയിപ്പോയേനെ. പക്ഷേ 8 നോയമ്പിൻ്റെയൊക്കെ പുറകുള്ള ചരിത്രം. സ്നേഹമുള്ളവരെ, ഈ ഒരു പോരാട്ടത്തിൻ്റെ ജാഗ്രതയും തീഷ്ണതയും നമ്മൾ ഓരോരുത്തരും എടുത്തേ പറ്റൂ. ജപമാലയ്ക്ക് എന്താ അത്ര പ്രസക്തി? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്താ? അമ്മയ്ക്കുള്ള പ്രസക്തി എന്താ? നമുക്കറിയാം, യുദ്ധത്തിന്റെ സൈന്യാധിപരിശുദ്ധ അമ്മയാ അല്ലേ? ഉൽപ്പത്തി 3:15 നീ സ്ത്രീയും തമ്മിൽ ശത്രുത. ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. ആ സ്ത്രീയെ പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭിച്ചു. ആ സ്ത്രീയെ കാണിച്ച ബൈബിൾ അവസാനിക്കുന്നതും 1-ാം പുസ്തകം ഉൽപ്പത്തി 3:15, അവസാന പുസ്തകം വെളിപാട് 12. അവർ സ്വർഗ്ഗത്തെ വലിയ അടയാളം, സൂര്യൻ അടയാളയൊക്കെ സ്ത്രീ. ആ സ്ത്രീ ഗർഭിണിയാണ്, ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. സർപ്പം 2ാമത്തെ അടയാളം. ആ സ്ത്രീയും സർപ്പവും സന്തതിയും 3 പേര്. അതാണ് ഉൽപ്പത്തി 3:15 3 വ്യക്തികൾ. സ്ത്രീയും നീയും തമ്മിൽ, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. വെളിപാട് 12 അവസാനിക്കുമ്പോഴും അത് തന്നെയാണ്. സ്ത്രീ, സന്തതി, സർപ്പം, പോരാട്ടം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ സുവിശേഷം ആരംഭിക്കുമ്പം സ്ത്രീയെ, കാനായിലെ കല്യാണ വീട്ടില് സ്ത്രീയെ എന്ന് പറഞ്ഞ് യോഹന്നാൻ എഴുതുകയാണ്. ഈശോ വിളിച്ചു അമ്മയെ. അമ്മയുടെ പേരറിയാൻ മേലായിട്ടല്ല, അമ്മയെന്ന് വിളിക്കാൻ അറിയാൻ മേലായിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സ്ത്രീയെന്ന് വിളിച്ചത്
ഈ സ്ത്രീ, അതാണ് 33:15 സ്ത്രീയും നീയും തമ്മിൽ ശത്രുത. ഹൗവയുടെ പേര് ദൈവത്തിന് അറിയാൻ മേലായിട്ടല്ല സ്ത്രീ എന്ന് അവിടെ പറയുന്നത്, അതൊരു സാർവത്രിക മാനമാണ്. പശുത്തെ അമ്മയാകുന്ന സ്ത്രീയിലൂടെ, ഹൗവയാകുന്ന സ്ത്രീയിലൂടെ വന്ന സാത്താന്റെ കടന്നുകയറ്റത്തെ അമ്മയാകുന്ന സ്ത്രീയിലൂടെ വരുന്ന ദൈവിക ഇടപെടൽ ദൈവശക്തിയിൽ തീരണം. ആ സ്ത്രീ എന്ന പരാമർശം അതുകൊണ്ട് കൃത്യമായിട്ട് ക്രിട്ടിക്കൽ അവസരങ്ങൾ ബൈബിളിൽ കാണാം. 3:15, പിന്നെ യോഹന്നാൻ 2 കാനയിലെ കല്യാണ വീട്ടിൽ ഈശോ പരിശുദ്ധ ആരംഭിക്കുമ്പം, ഈശോയുടെ പരിശുദ്ധ അവസാനിക്കുമ്പം യോഹന്നാൻ 19 നമുക്ക് കാണാം, ഈശോ കുരിശിൽ മരിക്കുമ്പോൾ സ്ത്രീയെ ഇതാ നിന്റെ മകൻ. സ്ത്രീയെന്നാണ് വിളിക്കുന്നത്, അമ്മ എന്നല്ല വിളിക്കുന്നത്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഈ വചന പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അവസാനം വെളിപാട് 12 സ്ത്രീ വലിയ അടയാളം. ഇതെല്ലാം കണക്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന് ഏറ്റു പറയുമ്പം സാത്താനേരുടെ വലിയ ആക്രമണമാണ്. വിശുദ്ധര് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ആ പ്രാർത്ഥന ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ സാത്താന്റെ മുഖത്തിനൊരു ഇടി കൊടുക്കുന്ന പോലെയാണ്. അതിന് ഓരോ വാക്കും ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വർഗത്തിന്റെ സല്യൂട്ടേഷൻ സംബോധനയാണല്ലോ. കൃപ നിറഞ്ഞ മറിയം. കൃപ നിറഞ്ഞ അർത്ഥം എന്താ? രാത്രിയിൽ ഒരു വീട് നല്ല വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ വീട്, നമ്മുടെ വീട് ഓർത്ത് നിൽക്കേ. രാത്രി ആൾക്കാർ പറയാ ആ വീട് മുഴുവൻ നല്ല വെളിച്ചമാണല്ലോ, വീട് മുഴുവൻ നല്ല പ്രകാശമാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീടിനെ ചൂണ്ടിക്കാണിച്ച് രാത്രി ആൾക്കാർ പറഞ്ഞു ആ വീട് നല്ല പ്രകാശമാണല്ലോ വീട് മുഴുവൻ എന്ന് പറയുമ്പം ഒറ്റ വാക്കേ ഉള്ളൂ, വീട് മുഴുവൻ പ്രകാശമാണല്ലോ. ഒറ്റ വാക്കേ ഉള്ളെങ്കിലും ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അതിൻ്റെ പുറകെ പല കാര്യങ്ങളും ഇംപ്ലൈഡ് ആണ്. എന്താണ്? ഒന്ന്, ആ വീട്ടില് വൈദ്യുതി കണക്ഷൻ ഉണ്ട്. 2, ആ കണക്ഷൻ എല്ലാ മുറികളിലേക്ക് എത്തിച്ച് എല്ലാ മുറിയിലും ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. 3, ആ ലൈറ്റുകളെല്ലാം സമയത്ത് ഇരുട്ടായപ്പോഴേ ഓണാക്കി തെളിച്ചിടാനായിട്ട് വീട്ടുകാര് സത്തയെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇംപ്ലൈഡ് ആണ് ആ വീട് നല്ല പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ പറച്ചിലിനകത്ത്. കൃപ നിറഞ്ഞ മറിയും എന്ന് പറയുമ്പം പരിശുദ്ധ അമ്മയിൽ കൃപ നിറഞ്ഞിരിക്കുന്നു, പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം അവിടെയുണ്ട്. വൈദ്യുതി ബന്ധമുണ്ട് ആ വീട്ടില്. സർവീസ് വരെ പൊട്ടിക്കിടക്കുക, പോസ്റ്റ് മറിഞ്ഞു വീണ് കിടക്കുക, ആ വീട്ടിലേക്ക് വെളിച്ചമില്ല, പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. കൃപ നിറഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നേരിട്ടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. അത് നിറഞ്ഞു നിൽക്കുന്നു എല്ലാ മുറിയിലും എന്ന് വെച്ചാൽ വെളിച്ചം എന്ന് പറയുന്ന പോലെയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവനിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുത്തിരിക്കുക, സാന്നിധ്യമുണ്ട്, അത് നിറച്ചിരിക്കുക. പാല് മേടിക്കാൻ പോകുന്ന കൊച്ച് നിറയുന്നിടം വരെ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കണം. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ സാന്നിധ്യം നിറച്ചിരിക്കുകയാണ്. കൃപ നിറഞ്ഞിരിക്കുന്നു. ടാങ്ക് നിറയെ വെള്ളം, ചോർച്ചയില്ല ടാങ്ക്, അതുകൊണ്ട് നിറഞ്ഞു കിടക്കാൻ ഇപ്പോഴും വെള്ളം ടാങ്ക് പറ്റിപ്പോകുന്നില്ല. അപ്പൊ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ ഒറ്റ പറച്ചിലിനകത്ത് ഇത്തരം കാര്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം, ആ ബന്ധത്തിലേക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയും എല്ലാ മുറിവും കൊണ്ടുവന്നിരിക്കുന്നു. സമയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറവെടുത്തിരിക്കുന്നു. നമ്മൾ കൃപ നിറയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമുക്കും വേണം. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം, ജീവിതത്തിന് എല്ലാ മുറികളും തുറന്നു കൊടുക്കുക, സമയമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈഫ് മുഴുവൻ കൃപ നിറയ്ക്കുക, ദൈവസാരം നിറയുന്ന അവസ്ഥ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവം കൂടെ ഒരു വ്യക്തിയാകും. അപ്പൊ കൃപ നിറഞ്ഞാന്ന് കേൾക്കുമ്പോ തന്നെ സാത്താൻ സഹിക്കാൻ പറ്റിയല്ല, അവന് കയറാൻ പറ്റിയല്ല അങ്ങോട്ട്. കർത്താവ് നിന്നോടുകൂടെ, ആളുള്ള വീടാ. നമ്മൾ പറഞ്ഞില്ലേ മത്തായി 12:44, അശുദ്ധാത്മാവ് തിരിച്ചു കയറാൻ നോക്കുമ്പം ആളൊഴിഞ്ഞ് കിടക്കുന്നു. ആളൊഴിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ അവൻ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് കയറാൻ വേണ്ടി. ആളുള്ള വീട്ടിൽ കയറാൻ മടിക്കും. പോലീസുകാർ ചിലപ്പോൾ പറയല്ലേ, കള്ളന്മാരുടെ ശല്യം കൂടുമ്പം നാട്ടുകാരോട് വീട്ടുകാരൊക്കെ പറയും, നിങ്ങൾ രാത്രി ആളില്ല പോകരുത്, ഇനി എവിടെയെങ്കിലും രാത്രി ഇല്ലെങ്കിൽ അയൽക്കാരെ പറഞ്ഞേൽപ്പിക്കണം, ലൈറ്റ് ഇട്ടേക്കണം, അങ്ങനെ ഇടണം, എങ്കിലേ കള്ളന്മാർ കയറാതിരിക്കുള്ളൂ. ആളനക്കമില്ല, ആൾപ്പാർപ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കൊള്ളക്കാർ കയറും, തെമ്മാടികൾ കയറും. ആളുള്ള വീട്ടിൽ അങ്ങനെ കയറിയല്ല, അവിടെ ആളുള്ള വീടാകണം, ആൾ ഉടമസ്ഥനാ. അപ്പം ആളൊഴിഞ്ഞ അവസ്ഥയാണ്. 7 പൈസ രൂപയുടെ കൂട്ടിക്കൊണ്ട് വരുന്ന അപകടത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്ന ഈശോ പറയുമ്പോൾ ഇപ്പുറത്തെ അമ്മയെക്കുറിച്ച് പറയാണ്, കർത്താവ് നിന്നോട് കൂടെ, ദൈവം കൂടെയുള്ള ആളാ നീ. ഇത് നമ്മളെക്കുറിച്ച് വേണം. അപ്പം ഇത് അമ്മയെക്കുറിച്ചുള്ളത് നമ്മൾ ഏറ്റുപറയുമ്പോൾ സാത്താൻ ഞടുങ്ങും. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. സ്ത്രീ ഉണ്ടോ? ആ വാക്ക് കേൾക്കുമ്പോൾ സാത്താൻ പറയാം, സ്ത്രീയാ എനിക്കെതിരെ പൊരുന്നത്. ആ സ്ത്രീയുടെ നടുനായിക പരിശുദ്ധ അമ്മയാണ്. ഇവൾ അനുഗ്രഹീതയായിട്ട് മാറി, ഇവള് വഴി എൻ്റെ തകർച്ച. നീ സ്ത്രീകൾ അനുഗ്രഹീത.
നിന്റെ ഉദരഫലം ഈശോ അനുഗ്രഹീതൻ. നീ ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കണ്ടോ. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തുള്ള ഈ 4 കാര്യങ്ങളും ഓരോന്ന് പറയുമ്പോൾ സാത്താനുടെ കീറിക്കിട്ട് മൂക്കിട്ട് നമ്മൾ ഇടിക്കുകയാണ്. അവന് സഹിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ദൈവത്തിന്റെ അമ്മ, ആ സംബോധന, അമ്മയുടെ സ്ഥാനം നമ്മൾ സ്വീകരിക്കുന്ന അർത്ഥം. ആ അമ്മയുടെ മക്കളാണ് നമ്മൾ. തമ്പുരാന്റെ അമ്മേ, കുരിശ് വെച്ച് ഈശോ തമ്പുരാൻ നമ്മളെ അമ്മയ്ക്ക് മക്കളെ കൊടുത്തു. ആ അമ്മയുടെ മക്കൾ നമ്മൾ മാറിയിരിക്കും. നമ്മൾ ഏറ്റുപറയുക, അമ്മേ, അമ്മ എൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ അമ്മയാ. ഈശോ ഞങ്ങളെ കുരിശിൽ കിടക്കുമ്പോൾ യോഹന്നാൻ ചേർത്ത് കൊടുക്കുക വഴി ഞങ്ങളെ അമ്മയ്ക്ക് മക്കളെ തന്നില്ലേ? അത് ഞങ്ങൾ ഏറ്റുപറയുന്നു, നമ്മുടെ മക്കളാ ഞങ്ങൾ. അതാ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെക്കുറിച്ച് പാപമുണ്ട്. ഈ പാപം കണ്ടുകൊണ്ട് പിശാച് അടുത്ത് വരിക, മണത്ത് വരിക. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ അനുദപിക്കുന്നു, അത് ഒരിക്കലും അമ്മ സഹായിക്കണം. കാനല്ലേ കല്യാണ വീട്ടിൽ എന്നപോലെ അമ്മ ഇടപെടണം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണം. ക്രിട്ടിക്കലായുള്ള യുദ്ധം നടക്കുന്നത് മരണസമയത്താണ്. ക്രിട്ടിക്കൽ, നിർണായക യുദ്ധം അവിടെയാണ്. ഭവിഷ്യന്റെ ഡയറിക്കകത്ത് ആവർത്തിച്ച് കാണാം. ഭവിഷ്യനെ ഈശോ കാണിച്ചു കൊടുക്കുകയാണ്, നീ ഇപ്പം വേഗം വന്നേ, ഞാൻ ദർശനം കാണിച്ചു തരാം, നീ എണ്ണീറ്റ് മുട്ട എന്ന് പ്രാർത്ഥിച്ച് കരണക്കൊന്ന് ചൊല്ലി. എന്താ അവിടെ ആശുപത്രിയുടെ അങ്ങേറ്റത്ത് ആ മുറിയിൽ ഒരാൾ മരണാസന്നെ കിടക്കുകയാണ്. നിങ്ങളുടെ ദർശനം കണ്ട കാണിച്ചു കൊടുക്കുകയാണ്. എന്താ കാണുന്നത്? ഭവിഷ്യൻ എഴുതിയിരിക്കുകയാണ്, പൈശാചിക അരുവികൾ ആ മരണാസന്റെ ചുറ്റും കട്ടിന് ചുറ്റും മുറി നിറഞ്ഞു നിന്നുകൊണ്ട് അവകാശം പറയുകയാണ്, പാപങ്ങളുണ്ട്, മരണസമയ പോരാട്ടം. ഞാൻ ഇങ്ങനത്തെ അനുഭവങ്ങൾ ശരിക്കുള്ള ജീവിത അനുഭവങ്ങൾ കണ്ടിട്ട് അത് പങ്കുവെക്കുന്ന 10-12 പുസ്തകങ്ങൾ എൻ്റെ ലഘുപുസ്തക പരമ്പരയ്ക്കകത്തുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുള്ളവർ ഇല്ല എങ്കിൽ അത് ആ പുസ്തകത്തിൻ്റെ കോപ്പി ഇവിടെ ലഭ്യമാണ്. 50 പുസ്തകമെന്ന് അറിയാമല്ലോ. ഇങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചിരിക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത സ്നേഹമുള്ളവരെ, സമയം തീർന്നു പോകുന്നതിന് മുമ്പ് അതിനകത്ത് മരണസമയത്ത് പൈശാചികൾ വന്ന് ആക്രമിക്കാനായിട്ട് ചുറ്റും നിൽക്കുന്നത് കാണുന്ന വ്യക്തിയുടെ മുഖത്ത് വരുന്ന ഭീതി, ഭയം, ഞടുക്കം ഞാൻ ശ്രദ്ധിച്ചത് പങ്കുവെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരണാസന്നരുടെ അടുത്ത് നിൽക്കാൻ അവസരം കിട്ടുമ്പം 2 രീതിയിലുള്ള അനുഭവമുണ്ട്. ചിലർ നല്ല സന്തോഷം നിറഞ്ഞ് ആനന്ദം നിറഞ്ഞ് ഈശോയെ മാലാഖമാരെ കണ്ടോണ്ട് മരിക്കുന്ന രംഗങ്ങളുണ്ട്. മറ്റു ചിലത് പ്രകടമായ രീതിയിൽ പേടിച്ച് അരണ്ട് വിറച്ച് വിഷമിച്ച് ഇങ്ങനെ മരിക്കുന്ന അവസരങ്ങളുണ്ട്. അത് രണ്ടും ചില സൂചനകളാണ്. അതേക്കുറിച്ച് പങ്കുവെക്കുന്ന പുസ്തകങ്ങളാണ്. ഇത് റിയൽ കാര്യങ്ങളാണ്. ഭവിഷ്യനെ ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ കിടന്ന് വെപ്പാപ്പെടുന്നത് കണ്ടോ, കട്ടിലെ കിടന്ന് വിഷമിക്കുക. അതിന് കാരണം ഭവിഷ്യൻ കാണിച്ചു കൊടുത്തു. പൈശാചിക സംഘങ്ങൾ ചുറ്റുന്ന അവകാശം പറയുകയാണ്, എന്റേതാ. സക്കറിയ 3:1 വാക്യങ്ങളിൽ മുഷിഞ്ഞ വസ്ത്രവും പാപവുമായിട്ട് ജോഷുവ പുരോഗം നിൽക്കുമ്പം സാത്താൻ കുറ്റമാരോപിക്കാൻ അടുത്ത് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുക. പാപവുമായിട്ട് നീങ്ങുന്ന ഏതൊരു വ്യക്തിയുടെ പക്കലും പൈശാചിക അരൂപികൾ അവകാശം പറഞ്ഞു വരും, നിൽക്കും. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ളവർ, അറിഞ്ഞാലും ഇല്ലെങ്കിലും പാപം പോയാലേ അവൻ പോകുള്ളൂ. ഇവിടെ ഭവിഷ്യനെ കാണിച്ചു കൊടുത്ത് ഈ കരുണക്കൊന്ത ജില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഭവിഷ്യന്റെ കരുണക്കൊന്ത ജില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ മനുഷ്യന്റെ പാപങ്ങൾ ഭവിഷ്യന പ്രാർത്ഥനയിലൂടെ ഈശ്വരയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത പാപങ്ങൾ നീങ്ങിയപ്പം പൈശാചിക അരൂപികൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ആ മനുഷ്യന് സമാധാനത്തിന് അന്ധവിശ്വാസം ഭരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മൾ അമ്മയോട് പറയുമ്പം ആ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞ ഭവിഷ്യന സംഭവത്തിൽ ആ മനുഷ്യന്റെ മരണസമയത്ത് ഭവിഷ്യനെ പ്രാർത്ഥിച്ചപ്പോൾ അത്ര അനുഭവം ഉണ്ടായി. പക്ഷേ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ? മരണസമയത്ത് സാത്താൻ ലാസ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി കരുക്കളുമായിട്ട് നോക്കി നിൽക്കുന്ന നമ്മുടെ മരണസമയത്തിലാണ്. നിവൃത്തിയുണ്ട്, നമ്മൾ ഒരുക്കമില്ലാത്ത അവസ്ഥയെ മരിക്കണമെന്ന് അവന്റെ ആഗ്രഹം. അവിടെ നമ്മൾ കെട്ട അവസ്ഥയിലൊക്കെ ആയിരിക്കും സാത്താൻ പലപ്പോഴും പ്രേരണയിട്ടൊക്കെ പോയി ആത്മഹത്യ ചെയ്യുക, പോയി ചാക്, തൂങ്ങിച്ചാക്, വിഷം കുടിക്കുക, തീവണ്ടിക്ക് പിന്നെ ചാട്, കാണിച്ചു കൊടുക്കുക, അവരെ പാഠം പഠിപ്പിക്കുക. അങ്ങനെയുള്ള നിരാശയുടെ ചിന്ത സാത്താൻ ഇട്ടുകൊടുത്ത് വെറുപ്പിലും അകൽച്ചയിലും ആയിരിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തികളെ കെണിപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. നമുക്കറിയാം. സാത്താന്റെ വിജയമാണ് ആത്മഹത്യ, ചിന്തയുടെ കൊടുക്കുക, പോയി ചാക്. യുദാസിനോട് സാത്താൻ നമുക്കറിയാം, അവനെ കൊണ്ട് ചെയ്യിക്കാനെല്ലാം ചെയ്യിച്ചു. അവസാനം അവൻ നിരാശയായി. ഞാൻ നിഷ്കളങ്ക രക്തം ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തുവെന്ന് അങ്ങനെ വിളിച്ച് കാറുന്നുണ്ട്. മത്തായി 27:3 വാക്യങ്ങൾ. അങ്ങനെ നിരാശപ്പെട്ട യുദാസ് പുരോഹിതരുടെ പക്കൽ ചെന്ന് പള്ളിയിൽ നാണയം വലിച്ചെറിഞ്ഞു. അവർ പറഞ്ഞു, അത് നിന്റെ കാര്യം, നീ പോയി എന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തിരസ്കൃതനായി ഇറങ്ങുമ്പോൾ യുദാസിന്റെ ഉള്ളിൽ സാത്താൻ പറഞ്ഞു, പോയി തൂങ്ങിച്ചാക്, നീ എന്താ ജീവിച്ചിരിക്കുന്നത്? ഇത് ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ നിനക്ക് എന്നാ ഇതുപോലെ കെട്ട മനുഷ്യൻ, നീ പോയി ചാകാൻ പറഞ്ഞു. അങ്ങനെ പോയി തൂങ്ങിച്ചാവുകയാണ്. അങ്ങനെ കെട്ട അവസ്ഥയിൽ പെടുത്തുന്ന സാത്താൻ പെടുത്തി കഴിയുമ്പം നിരാശ കലക്കം ഉണ്ടാക്കുന്നു. അതിനകത്ത് ചിന്തിട്ട് വരും, പോയി ചാക്. സകല ആത്മഹത്യ സ്നേഹമുള്ളവരെ ഇങ്ങനെ സാത്താൻ്റെ വിജയമല്ലേ? ഒരു ദയനീയ അവസ്ഥ, കെട്ട അവസ്ഥയെ കലങ്ങി കഴിയുമ്പം ചാകം തീരുകയാണ്.
മരണസമയമാണ് സാത്താൻ ഏറ്റവും ഫൈനൽ കെണിയം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ദൈവത്തെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നവരുടെ അടുത്തിരുന്നുകൊണ്ട് ചെവിയിലേക്ക് ഈശോ മറിയം യൗസേപ്പേ എന്നേക്ക് തുണയായിരിക്കണേ എന്നെ ചൊല്ലിക്കൊടുക്കാൻ പറയും. ആ പാരമ്പര്യം നമുക്കുണ്ട്. ജോൺ മരിയ വിയാൻസിന് അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും 10-60 വയസ്സുള്ളപ്പോൾ അസുഖം വന്ന് മരണാസന്നനായി. രോഗിലേവനം കൊടുത്തു, ബോധമില്ലാതെ കിടക്കുകയാണ്. അടുത്തിരുന്നുകൊണ്ട് മറ്റു വൈദികർക്ക് രോഗിനെ കൊടുത്തു കഴിഞ്ഞിട്ട് കാതിലേക്ക് ഈശോ മറിയ യൗസേപ്പേ ഇങ്ങനെ ഈശോയുടെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അത് കേൾക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം രോഗം കുറഞ്ഞ് ആരോഗ്യത്തിൽ തിരിച്ചു വന്നപ്പോൾ ജോൺ മരിയ വെച്ച് പങ്കുവെക്കുകയാണ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, മരണാസന്നരായി ബോധമൊന്നുമില്ലാതെ, കേൾക്കുന്നില്ല, കാണുന്നില്ല, ഒന്നും അറിയത്തില്ല എന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അവർക്ക് കേൾക്കാൻ പറ്റും. ഏറ്റവും അവസാനം ഓഫാകുന്ന ഇന്ദ്രിയം കാതുകളാണെന്നാ പറയുന്നത്. സ്വരം കേൾക്കാനുള്ള ശേഷി ഏറ്റവും അവസാനമാണ് അത് ഓഫാവുള്ളൂ. അതുകൊണ്ട് മരിച്ചുവെന്ന് ഉറപ്പാകുന്നിടം വരെയും അവസാന നിമിഷങ്ങളിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ കുനിഞ്ഞിരുന്ന് കാതിലേക്ക് ഈശോ മറിയം യൗസേപ്പേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ അങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്തിനാ? കാരണം അവരൊരുപക്ഷെ മറ്റവൻ്റെ സ്വരം കേൾക്കുകയാ, നീ പാപത്തിൽപ്പെട്ടതല്ലേ, നിന്നെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ നിരാശയുടെ പേടിപ്പിക്കുന്ന സ്വരങ്ങൾ ഇട്ട് കൊടുക്കുമ്പം അതിനെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ സഹായിച്ചു കൊടുക്കണം. മരണസമയ പോരാട്ടത്തിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. ആ ഒരു പോരാട്ട നിമിഷങ്ങളിൽ അമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണമേ എന്നാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കണമേ. അപ്പൊ സാത്താന് ഒരു തരത്തിലും ഒരു പഴുത് കൊടുക്കാൻ മേലാത്ത പോലെ നമ്മൾ ഊരി അവൻ്റെ കയ്യിൽ നിന്ന് മാറുന്ന നിമിഷങ്ങളാണ് രക്ഷാചരിത്രം മുഴുവൻ്റെയും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ അവസാന നിമിഷം വരെയുള്ള സകല പോരാട്ടങ്ങളുടെയും മേഖല അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് നമ്മൾ ആവർത്തി ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ തകരുകയാണ്. അനേക വിശുദ്ധർ, പ്രത്യേകിച്ച് ബഹിഷ്കരണ ശുശ്രൂഷയുള്ളവർ, റോമ എക്സോസിസ്റ്റായിരുന്ന ഗബ്രിയേൽ അമ്മോത്തച്ഛനൊക്കെ തെളിച്ച് പറയുന്നുണ്ട്, സാത്താൻ ഏറ്റവും വിഷമിക്കുന്നതായിട്ട് ഞെരുങ്ങുന്നതായിട്ട് ഞാൻ കണ്ടത് പരിശുദ്ധ അമ്മയുടെ പേര് പറയുമ്പോഴാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. ശരിയാണ്, ഈശോയുടെ കുരിശും ഈശോയുടെ തിരുരക്തവും ഈശോയുടെ നാമവും എല്ലാം അതാണ് അടിസ്ഥാനപരമായിട്ട്. അതിനെല്ലാം നിമിത്തമായത് ഈ സ്ത്രീയല്ലേ, സ്ത്രീയുടെ സന്തതിയായിട്ടല്ല ഈശോയെ പറഞ്ഞിരിക്കുന്നത്. ആ സ്വർഗം ഈ അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനം. ശേഖമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഈ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് അമ്മയെ കാണണം, ജപമാലയെ കാണണം, ഒക്ടോബർ മാസത്തെ കാണണം. മാസം പെട്ടെന്ന് തീരും, പക്ഷേ പോരാട്ടം തീരുന്നില്ല. അവിടെ നമ്മൾ ആരെങ്കിലും തമ്പുരാന്റെ പക്കൽ എത്തിയിട്ട് ദൈവത്തിന്റെ ശക്തി പ്രകടമായിട്ട് വിടുതലും കൃപയുടെ നിറവും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ തുറക്കാൻ താമസം വരുന്നു, നമ്മൾ അഴുക്ക് മാറ്റാൻ താമസം വരുന്നു, ചോർച്ചടയ്ക്കാൻ താമസം വരുന്നു. അത്രേ ഉള്ളൂ. തമ്പുരാൻ തരാത്തതല്ല. സ്വർഗം നമുക്ക് വേണ്ടി ചോരക്കണ്ണിൽ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഈ 5-ാം പീയൂസ് പാപ്പ പറഞ്ഞിട്ട് ജനം അതുപോലെ പ്രാർത്ഥിച്ച് അത്രയും പ്രാർത്ഥന കൊണ്ട് അവർ ചൊല്ലി അത്രയും പ്രാർത്ഥനയിലൂടെ എടുക്കേണ്ട പരിശുദ്ധ ശക്തി ആവശ്യമായിരുന്നു ആ ഒട്ടോമൻ രാജ്യത്തിന്റെ ആ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ. അവിടെ അത്ര പ്രാർത്ഥന ആവശ്യം വന്നു. അത്തരം പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ അതിനൊരു 120 വർഷം മുമ്പ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ രാജ്യത്തിൽ സംഭവിച്ച അതേ ദൗർഭാഗ്യം ഇവിടെ സംഭവിച്ചേനെ. റോമ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇന്നൊരു മോസ്ക് ആയിട്ടിരുന്നേനെ. യൂറോപ്പ് എല്ലാം ഗൾഫ് രാജ്യങ്ങൾ പോലെ മുസ്ലിം രാജ്യങ്ങൾ മാറിയേനെ, സംഭവിച്ചേനെ. ചരിത്രം മുഴുവൻ മാറിയേനെ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കാര്യത്തിൽ ആ ഒരു ഇടപെടലിന് സാധിച്ചില്ല. ആരും നേതൃത്വം കൊടുത്തില്ല, ആരും ഇറങ്ങിയില്ല. അവിടെ പോയി. ഹാഗിയ സോഫിയ പള്ളി മോസ്ക് ആയിട്ടിരിക്കുന്നു ഇപ്പോഴും. എത്രയോ വലിയ പള്ളി, എത്രയോ വലിയ കേന്ദ്ര പള്ളിയാണ്. ഒരുപക്ഷെ റോമിലെ സെന്റ് പീറ്റേഴ്സിനേക്കാളും ഈശോയുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉറവിടങ്ങളുമായിട്ട് കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈശോയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അത് പോയി പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സത്തക കൊണ്ട് പോകും. ചകവുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ പോകാം, നമ്മുടെ വീട് പോകാം, നമ്മുടെ മക്കൾ പോകാം. അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് നൊന്ത് കെഞ്ചി കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്ത് വളർത്തിയെടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ മറ്റ് വിജാതീയ പൈശാചിക അരുവികളുടെ പിന്നിൽ പ്രാർത്ഥിക്കാനും മുട്ടുകുത്താനും നിസ്കരിക്കാനും പോകുന്ന അപകടം ഉണ്ടാകില്ല എന്നാരെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. സംഭവിക്കാം. ഏത് കുടുംബത്തിൽ സംഭവിക്കാം, ഏത് നാട്ടിൽ സംഭവിക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ സംഭവിച്ചില്ലേ? എവിടെ സംഭവിക്കാം? സ്നേഹമുള്ള സഹോദരങ്ങളെ,
തമ്പുരാൻ തന്നെ പഴയ നിയമകാലത്ത് വരച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് സൊളമനെ കൊണ്ടാക്കിയ ദേവാലയം, ജെറുസലേം ദേവാലയം, ഒറ്റ ദേവാലയമുള്ളൂ യഹൂദരുടെ. ഇന്ന് അവിടെ എന്താ? മോസ്ക. യഹൂദർക്ക് അവിടെ കയറാൻ അവകാശമില്ല. ഇങ്ങനെ തീരാം ഏത് നാടും, ഏത് പള്ളിയും, ഏത് വീടും, ഏത് വ്യക്തിയുടെ ഉള്ളവും നമ്മൾ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ. ജാഗ്രത എന്താ? കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. മോശയോട് തമ്പുരാൻ പറഞ്ഞു, നീ എന്തിനാ എന്നെ വിളിച്ച് കരയുന്നത്? വഴി തന്നിട്ടില്ലേ? എടുത്ത് നീട്ടിയിട്ട് നീ പറഞ്ഞ് കാര്യം നടത്തിക്ക്. നമ്മളാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമല്ല. എഴുതിയ പുസ്തകങ്ങൾ ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ദൈവം പിശാചിനെതിരെ ഒരിക്കലും നേരിട്ട് വരുന്നില്ല. നമ്മളാ പോരാടേണ്ടത്. അമ്മയാണ് സൈന്യാധിപ. ആ പോരാട്ടം നമ്മൾ ചെയ്യണം. പതാകയിലെടുക്കുക, ജപമാല, പ്രാർത്ഥന എടുക്കുക, പൊരുതുക. അങ്ങനെ പൊരുന്നില്ല എങ്കിലോ നമ്മൾ തീരും. ഒരു സംശയം വേണ്ട, തീരെ സ്നേഹമുള്ളവരെ. അവിടെ ജപമാല മാസത്തിൽ നമുക്കുള്ള സന്ദേശമെന്ന് പറയുന്നത്, ഇച്ചിരി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോണം, കൊന്ത മടക്കിക്കരുത്. 10 ദിവസത്തെ പള്ളി വന്ന് തല കാണിച്ചേക്കണം, വാഴ് മേടിച്ചുകൊണ്ട് പോകണം, ദോഷപ്രതിയ. ഇത്രയും കൊണ്ട് നിർത്താനുള്ളതല്ല സ്നേഹമുള്ളവരെ. ഒരു മുഴുവൻ കൊന്ത മിനിമം ഡെയിലി ചൊല്ലാത്ത ഒരു വ്യക്തിയും ഈ വചനം ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ഇതിന് ന്യായീകരണമില്ല. വചനം പറയുന്നില്ല യജമാന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് പൂർത്തീകരിക്കുകയോ അതിന് ഒരുങ്ങുകയെങ്കിൽ ചെയ്യാത്ത വ്യക്തി കഠിനമായി പ്രഹരിക്കപ്പെടും. ലൂക്ക 12:43-44 വായിച്ചു നോക്കും. യജമാന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞു നമ്മളിപ്പം അതിന് ഒരുങ്ങണം, അത് പ്രവർത്തിക്കണം. അല്ലാത്ത വ്യക്തിക്കുള്ളത് കഠിനമായ പ്രഹരമാണ്. തമ്പുരാനല്ല, സാത്താൻ അവൻ്റെ ആൾക്കാരെ വന്ന് ശരിയാക്കും. അത് കോൺസ്റ്റാന്റിനോപ്പിൾ സംഭവിച്ചു, ജെറുസലേം ദേവാലയത്തിൽ സംഭവിച്ചു. നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സ്നേഹമുള്ളവരെ സംഭവിക്കരുത്. ജാഗ്രതയോടെ മോശയും അഹ്റോനും ഹൂറും നടുവ് കഴിച്ചിട്ടും കല്ലിട്ട് കൊടുത്ത് കൈ കടച്ചിട്ടും താങ്ങിപ്പിടിച്ച് ടീം വർക്ക് സന്ധ്യ വരെ ശക്തി ഡൗൺലോഡ് ചെയ്യുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കൾ കെഞ്ചി യാചിച്ച് തെണ്ടിയായിട്ട് നിൽക്കുന്ന അവസ്ഥയല്ല. സ്നേഹിതരാ, നമ്മൾ ദാസരല്ല. രണ്ടാം വേണ്ടിയല്ല നമ്മളെ വെച്ചിരിക്കുന്നത്, എടുത്ത് ഉപയോഗിക്കാനാ. തമ്പുരാന്റെ മക്കളാ, അവിടുത്തെ നമുക്കൊരു നേടിയ രക്ഷ നമ്മുടെ അവകാശമാ. എടുത്ത് ഉപയോഗിക്കണം. തെണ്ട് നിന്നിട്ട് മാവിന്റെ വീട്ടിൽ ഇളകുമ്പോൾ ഒരു വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു. അവിടെ ധ്യാനത്തിന് പോയി, ആ കൺവെൻഷന് പോയി, ഒന്നും കിട്ടിയില്ല. ആർക്കാണ്ടൊക്കെ കിട്ടി. മെസ്സേജ് പറഞ്ഞ് അവർക്ക് കിട്ടിയെന്നാ. അല്ല, ഞാൻ ഉരുണ്ട് പറഞ്ഞ് വീണില്ല, എനിക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു, അവർക്ക് കിട്ടി കാണും. അങ്ങനെ വരേണ്ടവരല്ല, നമ്മൾ പോകേണ്ടതല്ല. ഓരോ പ്രാർത്ഥന അന്വേഷണം വഴി നിറവെടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.